നമ്മൾ ചിലപ്പോ പറയത്തില്ലേ, ഈ നെയ്യപ്പം തിന്നാൽ രണ്ടൊന്നും മെച്ചം എന്ന് പറയും. എന്താ അതിന്റെ മെച്ചം? മീശ തേക്കാന്നോ? തലയെ തേക്കാം, പിന്നെ വിശപ്പും കെടും എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ ചോദിക്കുവാണ്, സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുവാണ്, ദൈവകൃപയാൽ ഞാൻ സുഖമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ രണ്ടുണ്ട് മെച്ചം. എന്തൊക്കെയാണെന്നറിയാവോ? ഒന്നാമത്തെ മെച്ചം നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. ഹല്ലേലൂയ. ആർക്കാണ് മഹത്വം? ഒച്ചത്തിൽ പറയും, ദൈവത്തിനാണ് മഹത്വം. ഹല്ലേലൂയ. രണ്ടാമത്തെ മെച്ചം, നമ്മൾ അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു സൗഖ്യം, സുഖം കിട്ടും. നമ്മൾ അങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മൾ പറയാണ്, ദൈവമേ നിന്റെ കൃപയാൽ ഞാൻ സുഖമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും? ഒരു സൗഖ്യം കിട്ടും. അതായത് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകുന്ന വലിയൊരു ഉറപ്പുണ്ട്. ഈ സായാഹ്നത്തിൽ നമ്മൾ ആ ഉറപ്പാണ് പഠിക്കാൻ പോകുന്നത്. അതായത് വിശ്വസിച്ച് നമ്മളൊരു കാര്യം പറഞ്ഞാൽ അത് സംഭവിക്കും. ഹല്ലേലൂയ. വിശ്വസിച്ച് നീ ഒരു കാര്യം പറഞ്ഞാൽ അത് സംഭവിക്കും. ഒന്ന് പറഞ്ഞ എല്ലാവരും, വിശ്വസിച്ച് ഒരു കാര്യം പറഞ്ഞാൽ അത് സംഭവിക്കും. ഒന്നുകൂടെ ഉച്ചത്തിൽ പറഞ്ഞേ. വിശ്വസിച്ച് നമ്മളൊരു കാര്യം പറഞ്ഞാൽ അത് സംഭവിക്കും. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞു കൊടുത്തേ, വിശ്വസിച്ച് ഒരു കാര്യം പറഞ്ഞാൽ അത് സംഭവിക്കും. പറഞ്ഞു കൊടുത്തേ. ഹല്ലേലൂയ. അതായത് വിശ്വസിച്ചോണ്ട് പറയാണ്, ദൈവമേ നിന്റെ കൃപയാൽ ഞാൻ സുഖമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും? സൗഖ്യം കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെ പറയാൻ പഠിക്കുന്ന ശുശ്രൂഷയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്ന ശുശ്രൂഷ. ഇങ്ങനെ പറയാൻ പഠിക്കണം. അല്ലാതെ ഒരു ദൈവമകനും ദൈവമകളും ചതഞ്ഞരഞ്ഞ് ഒതുങ്ങിക്കൂടി കഴിയേണ്ട വ്യക്തിയല്ല. ഹല്ലേലൂയ. നിവർന്നിരുന്നേ. ഒരു ദൈവമകനും ദൈവമകളും വെറുതെ ചതഞ്ഞരഞ്ഞ് ജീവിക്കേണ്ട വ്യക്തിയല്ല. ദൈവമകനും ദൈവമകളും എന്ന് ഓർക്കണം, നല്ല ആക്റ്റീവായി വലിയ ശുശ്രൂഷ ചെയ്യാൻ വിളിക്കപ്പെട്ട വ്യക്തിയാണ്. ഒരുപക്ഷെ നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങളും പീഡകളും കഷ്ടപ്പാടുകളും എല്ലാം ഉണ്ട് അല്ലെ? ഇവിടെ ഇരിക്കുന്ന പലരും തന്നെ രോഗികളുണ്ട്, കഷ്ടപ്പാടുള്ളവരുണ്ട്, സാമ്പത്തിക ദുരിതത്തിലുള്ളവരുണ്ട്, വീട്ടിൽ പ്രശ്നമുള്ളവരുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഓർത്തോണം, അതായത് നമ്മൾ പറയാണ്, ദൈവമേ നിന്റെ കൃപയാൽ ഞാൻ സുഖമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ദൈവം പല മേഖലകളിൽ ഇടപെടും. ഹല്ലേലൂയ. അപ്പൊ പ്രിയപ്പെട്ടവരെ ചോദിക്കട്ടെ, സുഖമാണോ? അയ്യോ, അങ്ങോട്ട് എത്തിയില്ല. ചോദിച്ചതിന് ഉത്തരം കിട്ടിയില്ല. സുഖമാണോ? ദൈവകൃപയാൽ ഞാൻ സുഖമായിരിക്കുന്നു. പലതരം ഉയർത്തി പറഞ്ഞേ, ദൈവകൃപയാൽ ഞാൻ സുഖമായിരിക്കുന്നു. പറഞ്ഞേ, ദൈവകൃപയാൽ ഞാൻ സുഖമായിരിക്കും. പലതും ഇടതു ഇരിക്കുന്നവരെന്ന് തൊട്ടോണ്ട് പറഞ്ഞേ, ദൈവകൃപയാൽ നീ സുഖമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ രാത്രിയിൽ നമ്മുടെ ഈ ദൈവ കൂട്ടായ്മയ്ക്ക് വേണ്ടി എന്താണ് പറയേണ്ടതെന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് തന്ന ഒരു സന്ദേശം, അത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 17 മുതലുള്ള തിരുവചനങ്ങളാണ്. സെന്റ് ലൂക്സ് ഗോസ്പൽ, ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 17 മുതലുള്ള തിരുവചനം. വളരെ പരിചിതമായ ഒരു ദൈവവചനമാണ് നമുക്ക് ധ്യാനിക്കുവാൻ പരിശുദ്ധാത്മാവ് സമ്മാനിച്ചിരിക്കുന്നത്. ബൈബിൾ ഉണ്ടല്ലോ? യെസ്. നമുക്ക് ആ വചനം ഒന്ന് വായിച്ചു കേട്ടാലോ? ആദ്യം തന്നെ വായിച്ചു കേൾക്കാം. ഒരു ദിവസം യേശു പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗലീലയിലെ എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും യൂദയായിൽ നിന്നും ജെറുസലേമിൽ നിന്നും ഫരിസേയരും നിയമാധ്യാപകരും അവിടെ വന്നുകൂടി. രോഗികളെ സുഖപ്പെടുത്താൻ കർത്താവിന്റെ ശക്തി അവനിലുണ്ടായിരുന്നു. അപ്പോൾ ചിലർ ഒരു തളർവാദ രോഗിയെ കിടക്കയിൽ എടുത്തുകൊണ്ടുവന്നു. അവർ അവനെ അകത്ത് യേശുവിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ പരിശ്രമിച്ചു. ജനക്കൂട്ടം നിമിത്തം അത് സാധിക്കാത്തത് കൊണ്ട് അവർ പുരമുകളിൽ കയറി ഓടിളക്കി കിടക്കയോടെ അവനെ യേശുവിന്റെ മുമ്പിലേക്ക് ഇറക്കി. അവരുടെ വിശ്വാസം കണ്ട് അവൻ പറഞ്ഞു, മനുഷ്യ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിയമജ്ഞരും ഫരിസേയരും ചിന്തിച്ചു തുടങ്ങി, ദൈവദൂഷണം പറയുന്ന ഇവൻ ആര്?
ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപങ്ങൾ ക്ഷമിക്കാൻ സാധിക്കുക? അവരുടെ വിചാരം മനസ്സിലാക്കി യേശു അവരോട് പറഞ്ഞു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഹൃദയത്തിൽ ചോദിക്കുന്നത്? ഏതാണ് എളുപ്പം, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ? ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. ഉടനെ എല്ലാവരും കാണുകെ അവൻ എഴുന്നേറ്റ് കിടക്കയും എടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവരാരെങ്കിലും ഉണ്ടോ? ഇല്ല. പലതവണ ഈ വചനഭാഗം കേട്ടിട്ടുണ്ട്. യേശു ഒരു തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നതാണ് നമ്മൾ കേട്ടത്. ആരെ സുഖപ്പെടുത്തുന്നു? തളർവാദ രോഗിയെ യേശു സുഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ഇന്നത്തെ വചനം വായിക്കുമ്പോൾ വളരെ വ്യക്തമായി ഒരു കാര്യം പഠിപ്പിക്കുകയാണ്. യേശു പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒത്തിരി ദൈവജനം അങ്ങോട്ട് ഒരുമിച്ച് കൂടി. പല സ്ഥലങ്ങളിൽ നിന്നുള്ള ദൈവജനം അങ്ങോട്ട് ഒരുമിച്ച് കൂടി. എന്തിനു വേണ്ടിയാ? യേശുവിന്റെ പക്കൽ സൗഖ്യം, യേശുവിന്റെ പക്കൽ അത്ഭുതങ്ങളും അടയാളങ്ങളും, യേശുവിന്റെ പക്കൽ രക്ഷയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ദൈവജനം ഒരുമിച്ച് കൂടി. ഇവിടെ ഈ കൺവെൻഷന്റെ ഇന്നത്തെ ദിവസം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. പല സ്ഥലങ്ങളിലുള്ള നമ്മളെ ദൈവം ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയിരിക്കുക. എന്തിനു വേണ്ടിയാ നമ്മളിവിടെ വന്നിരിക്കുന്നത്? എന്തിനു വേണ്ടിയാ വന്നിരിക്കുന്നേ? ആരുടെ പക്കലാ വന്നിരിക്കുന്നേ? പറഞ്ഞ ആരുടെ പക്കലാ വന്നിരിക്കുന്നേ? യേശുവിന്റെ പക്കലാ വന്നിരിക്കുന്നേ. ഹല്ലേലൂയ. നിങ്ങൾക്കാർക്കും പണിയില്ലാത്തവരൊന്നുമല്ല. നിങ്ങൾക്ക് ഈ സമയം വിലപ്പെട്ട സമയമാണ്. പക്ഷേ ഇങ്ങനെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മൾ ഇവിടെ വന്നെങ്കിൽ അതിന്റെ പിന്നിൽ നമ്മുടെ മനസ്സിൽ വലിയൊരു പ്രതീക്ഷയുണ്ട്. എന്താണ്? ഞാൻ വന്നിരിക്കുന്നത് യേശുവിന്റെ പക്കലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ പക്കൽ വന്ന് ചേർക്കപ്പെടുന്ന വ്യക്തികൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ ഇന്ന് വചനഭാഗം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇതാ കൃത്യമായിട്ട് പറയുന്നു, രോഗികളെ സുഖപ്പെടുത്താൻ കർത്താവിന്റെ ശക്തി അവനിൽ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ യേശു പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അനേക രോഗികൾ സൗഖ്യം പ്രാപിച്ചു. യേശു പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അനേക രോഗികൾ സൗഖ്യം പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവിടെ നമ്മൾ വന്നിരിക്കുന്നതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം, നമുക്കെല്ലാവർക്കും സൗഖ്യം വേണം. ആമേൻ, ആമേൻ. ശരീരത്തിന് മാത്രമല്ല, മനസ്സിനും നമ്മുടെ കുടുംബങ്ങൾക്കും സൗഖ്യം വേണം. ഹല്ലേലൂയ. സൗഖ്യം വേണമെന്ന് ആഗ്രഹമുള്ള ഒരു വലതുകരം ഉയർത്തിപ്പിടിച്ചേ. സൗഖ്യം വേണമെന്ന് ആഗ്രഹമുള്ള ഒരു വലതുകരം ഉയർത്തിപ്പിടിച്ചേ. ആ ഉയർത്തൽ കണ്ടാൽ അറിയാം സൗഖ്യം എത്രത്തോളം വേണമെന്ന്. സൗഖ്യം വേണമെന്ന് ആഗ്രഹമുള്ളവരൊന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ പക്കൽ വന്ന് ചേർക്കപ്പെടുന്ന ഓരോ വ്യക്തിക്കും അത്ഭുതകരമായ സൗഖ്യം സംഭവിക്കും. കാരണം നിന്റെ ഉള്ളിലുള്ള അവസ്ഥ ആർക്കറിയാം? ഈശോയ്ക്കറിയാം. നിന്റെ അടുത്തിരിക്കുന്ന വ്യക്തിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ നിന്റെ ഉള്ളിലുള്ള അവസ്ഥ ഈശോയ്ക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനിപ്പോഴ് കോട്ട ആശ്രമത്തിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്. അതിനു മുമ്പ് കഴിഞ്ഞ 7 വർഷക്കാലം ഡൽഹിയിലുള്ള ഡിവൈൻ ധ്യാന മന്ദിരത്തിലായിരുന്നു. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ വിളിച്ചതനുസരിച്ചാണ് ഞാൻ ഇവിടെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി വന്നത്. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഇവിടെ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയുണ്ട്, അതിശക്തമായ പ്രാർത്ഥനകളുണ്ടെന്ന് ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈ സഹോദരൻ എന്നോട് ഇങ്ങനെ ഒരു ശുശ്രൂഷയെ കുറിച്ച് പറഞ്ഞപ്പോൾ, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞത്, ഈ കൂടാരത്തിൽ ദൈവത്തിന്റെ അനന്തമായ കൃപ ഉണ്ട് എന്നുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ടവരെ, വചന ശുശ്രൂഷ എവിടെയെല്ലാം നടക്കുന്നുണ്ടോ അവിടെയെല്ലാം ദൈവികമായ ഇടപെടലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കും. വചന ശുശ്രൂഷ എവിടെയെല്ലാം സംഭവിക്കുന്നുണ്ടോ അവിടെയെല്ലാം എന്ത് സംഭവിക്കും? ദൈവികമായ ഇടപെടലുകൾ സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ സ്വർഗം അവിടെ ഇറങ്ങും, സ്വർഗീയമായ പ്രവൃത്തികൾ അവിടെ സംഭവിക്കും. എങ്ങനെയുള്ള സ്ഥലത്താണ്? വചനം പ്രസംഗിക്കുന്ന ഇടത്ത്.
നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ വലിയ സമ്മേളനങ്ങൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള സമ്മേളനങ്ങളിൽ സ്വർഗം ഇറങ്ങുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. വലിയ കലാപരിപാടി നടക്കുന്ന, ഗാനമേള നടക്കുന്ന സ്ഥലങ്ങള് ആൾക്കൂട്ടം ഇങ്ങനെ തിങ്ങി ഞെരുങ്ങിയിരിച്ചൊക്കെ കണ്ടിട്ടുണ്ട്. അവിടെ സ്വർഗം ഇറങ്ങുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ വചനം പ്രസംഗിക്കുന്നിടത്ത്, വചനം വായിക്കുന്നിടത്ത്, വചനം ധ്യാനിക്കുന്നിടത്ത് സ്വർഗം പൊട്ടിവിടരുന്നത് ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളും കണ്ടിട്ടുണ്ടാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം എവിടെയെല്ലാം പ്രസംഗിക്കപ്പെടുന്നുണ്ടോ, വചനം എവിടെയെല്ലാം വാരി വിതരപ്പെടുന്നുണ്ടോ, അവിടെയെല്ലാം സ്വർഗം അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങും. കാരണം ഇത് സ്വർഗീയമായ ഒരു ശുശ്രൂഷയാണ്. സാധാരണപ്പെട്ട കാര്യമല്ല, ഇത് സ്വർഗീയമായ ഒരു ശുശ്രൂഷയാണ്. വചനം ധ്യാനിക്കുന്നതും വചനം പഠിക്കുന്നതും സ്വർഗീയമായ ഒരു ശുശ്രൂഷയാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്ത് സംഭവിക്കും? സൗഖ്യം, ഹീലിംഗ്സ് സംഭവിക്കും. ദൈവത്തിന്റെ പ്രവൃത്തി ആ അന്തരീക്ഷത്തിൽ വളരെ പ്രകടമായ തരത്തിൽ, ആ അന്തരീക്ഷത്തിൽ പ്രകടമായ തരത്തിൽ സംഭവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞായറാഴ്ച മുതൽ ഇന്ന് ഉച്ച വരെ ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിൽ കോട്ടയിൽ താമസിച്ചുള്ള ആന്തരിക സൗഖ്യ ധ്യാനമായിരുന്നു. ഇന്നലെ വൈകുന്നേരം ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ദൈവത്തിന്റെ ആത്മാവ് അനേക സന്ദേശങ്ങൾ പറഞ്ഞപ്പോൾ കർത്താവ് പറയുകയാണ്, ഇപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരിയുടെ കാലിന്റെ മുട്ടിന് താഴെ ഒരു മുറിവുണ്ട്. ആ മുറിവ് കർത്താവ് സുഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, സന്ദേശം കേട്ടു, ശുശ്രൂഷ മുന്നോട്ട് നീങ്ങി. ശുശ്രൂഷയുടെ അവസാനം ഒരു സ്ത്രീ കരമുയർത്തി മുന്നോട്ട് വന്നിട്ട് പറയാണ്, അല്പം മുമ്പ് ഒരു സന്ദേശം ഞാൻ കേട്ടു. ആ സന്ദേശം എനിക്കുള്ള സന്ദേശമാണെന്ന് ഞാൻ വിശ്വസിച്ചു. അപ്പൊ ഞാൻ ആ സഹോദരി ചോദിച്ചു, എന്താണ്, മൈക്കിലൂടെ ഒന്ന് പറഞ്ഞ്. അപ്പോൾ ആ സഹോദരി പറഞ്ഞു, കഴിഞ്ഞ 3 വർഷമായി എന്റെ വലത് കാലിന് താഴെയായി, കാൽമുട്ടിന് മുമ്പ് മുകളിലായി ഒരു മുറിവുണ്ട്. ഞാൻ ഈ ധ്യാനത്തിന് വന്നപ്പോൾ പ്ലാസ്റ്റർ ഇട്ട് അത് കിട്ടിക്കൊണ്ടാണ് വന്നത്. കാരണം കഴിഞ്ഞ 3 വർഷമായി ഈ മുറിവ് ഉണങ്ങാതെ ഞാൻ കൊണ്ടു നടക്കുകയാണ്. ഈ കാലിന് ചുറ്റും നീരും വേദനയും അസ്വസ്ഥതയുമാണ്. അച്ഛൻ ആ ശുശ്രൂഷ സമയത്ത് ഇങ്ങനെ ഒരു സന്ദേശം വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു, ഇതെനിക്കുള്ളതാണ്. അച്ഛാ, ഞാൻ ആ സമയത്ത് തന്നെ എന്റെ വിശ്വാസ വർധനവിന് വേണ്ടി ഞാൻ എന്റെ കാൽമുട്ടിലെ തുണി അഴിച്ച് റബ്ബർ ബാൻഡ് അഴിച്ചപ്പോൾ ഞാൻ കണ്ട കാഴ്ച, എന്നിട്ട് ഈ സഹോദരി കാൽമുട്ട് ഉയർത്തി കാണിച്ചു, സമ്പൂർണമായി കർത്താവ് സുഖപ്പെടുത്തി കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ ഒരു ചെറിയ സൗഖ്യമാണെന്ന് ചിലരെങ്കിലും ചിന്തിച്ചാൽ ഓർത്തോണം, ഓരോ വ്യക്തിക്കും ഓരോ മുറിവും അത്രമേൽ വേദനയാണ്. ഓരോ വ്യക്തിക്കും ഓരോ സൗഖ്യവും അത്രമേൽ പ്രധാനപ്പെട്ടതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, വചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവിന്റെ ശക്തി വ്യക്തികളിൽ ഇടപെടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ലൂക്കാസ് വിശേഷം 4-ാം അധ്യായം അതിന്റെ 18-ാം തിരുവചനം ഒന്ന് വായിച്ചേ. ലൂക്കാസ് വിശേഷം 4-ാം അധ്യായം അതിന്റെ 18-ാം തിരുവചനം. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടെ നിന്നെ അയച്ചിരിക്കുന്നു. അടുത്ത വചനം. പുസ്തകം അടച്ച് ശുശ്രൂഷകനെ ഏൽപ്പിച്ചതിനു ശേഷം അവനിരുന്ന് സിനഗോഗിൽ ഉണ്ടായിരുന്നു എല്ലാവരെയും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അടുത്ത വചനം കേട്ടോ, ഒരുമിച്ച് വായിച്ചോളൂ. അവൻ അവരോട് പറയാൻ തുടങ്ങി, നിങ്ങൾ കേട്ടിരിക്കത്തക്ക തന്നെ ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ കേട്ടിരിക്കെ തന്നെ, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, വചനം ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ വചനം ആ വ്യക്തിയിൽ സംഭവിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് വചനത്തിന്റെ ശക്തി. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ. അതുകൊണ്ടാണ് വചനം വായിക്കണമെന്ന് പറയുന്നത്, വചനം ധ്യാനിക്കണമെന്ന് പറയുന്നത്, സ്വർഗീയ വെളിപ്പെടുത്തലുകളുടെ പുസ്തകം അത് മറിച്ച് നോക്കണമെന്ന് പറയുന്നത്. എന്താണ്? വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ
ദൈവത്തിന്റെ ആത്മാവ് ആ വ്യക്തിയിൽ ഇടപെടും. പലതരം ഉയർത്തി ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ പക്കൽ വരുന്ന വ്യക്തികളിലൊക്കെ ഇത് സംഭവിക്കും. തിരുവല്ല കേട്ടിട്ടുണ്ടല്ലോ. തിരുവല്ലക്കടുത്തുള്ള ഒരു നേഴ്സായിരുന്ന ഒരു പെൺകുട്ടി, നേഴ്സായിരുന്നു, അവൾ ഇപ്പോൾ നേഴ്സായിട്ടല്ല ജോലി ചെയ്യുന്നത്. ഇവൾക്ക് വലിയ ആഗ്രഹം വിദേശത്ത് പോകണം. ഇവളുടെ കല്യാണ ആലോചനകളൊക്കെ നടക്കുമ്പോൾ വലിയ ആഗ്രഹമാണ് വിദേശത്ത് ജോലിയുള്ള ഒരുത്തനെ കല്യാണം കഴിക്കണം. പല ആലോചനകളും വന്നെല്ലാം തട്ടിത്തെറിപ്പിച്ച് ഇവള് പറഞ്ഞു എനിക്ക് വിദേശത്ത് പോകണം. അങ്ങനെ ഇവളുടെ വലിയ ആഗ്രഹം. അങ്ങനെ വിദേശത്ത് ജോലിയുള്ള, ഓസ്ട്രേലിയൻ ജോലിയുള്ള ഒരു ചെറുപ്പക്കാരന്റെ കല്യാണാലോചന വന്നു. അങ്ങനെ കല്യാണം ഉറപ്പിച്ചു. ഇവക്ക് പെരുത്ത സന്തോഷം, വലിയ സന്തോഷം. അങ്ങനെ ഈ പെൺകുട്ടി ഓസ്ട്രേലിയയിലേക്ക് പോയി. ഓസ്ട്രേലിയയിലേക്ക് പോയപ്പോൾ ഇവൾ പോകുന്ന വഴി മുഴുവൻ അവിടെ ചെന്നതിന് ശേഷം ഒത്തിരി ചിത്രങ്ങൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തു. മരത്തിന് ചുവട്ടിൽ നിൽക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത്, റോട്ടിൽ നിൽക്കുന്നത്, ഇവളും ഇവനും തമ്മിലുള്ള ഒത്തിരി ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. അങ്ങനെ വലിയ സന്തോഷത്തിലാണ്. അങ്ങനെയാണല്ലോ അല്ലെ, വലിയ സന്തോഷത്തിലാണ്. അങ്ങനെ സന്തോഷിച്ച് ഇങ്ങനെ ജീവിതം മുന്നോട്ട് നീങ്ങുമ്പോൾ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇവൾ ഞെട്ടിക്കുന്നൊരു കാര്യം പറഞ്ഞത്. ഞാൻ കല്യാണം കഴിച്ച ഈ ചെറുപ്പക്കാരന് ഒരു കുഞ്ഞിന്റെ അപ്പനാകാനുള്ള കഴിവില്ല, ഒരു കുഞ്ഞിന്റെ അപ്പനാകാനുള്ള കഴിവില്ല, ഇമ്പോർട്ടന്റ് ആണ്. ഇതിവൾക്ക് വലിയ വിഷമമായി, ഭാരമായി, സങ്കടമായി. ഇവള് ഈ വിവരം എന്തു ചെയ്യണമെന്നറിയാതെ 2 ദിവസം ചിന്തിച്ചു. ഇതറിഞ്ഞതിന് ശേഷം ഭർത്താവിനോട് അവൾ മിണ്ടത്തില്ല. കാരണം ഈ മനുഷ്യൻ എന്നെ പറ്റിച്ചു, എന്നെ ചതിച്ചതാണ്. വീട്ടിൽ പറയാനായിട്ട് ബുദ്ധിമുട്ട്. കാരണം ഇവളുടെ അപ്പൻ ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ്. അത് കാരണം പറയാൻ വലിയ ബുദ്ധിമുട്ടും വിഷമവും. അത് കാരണം ഇവിടെ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണ്. എന്നെ ഈ മനുഷ്യൻ ചതിച്ചു. ആദ്യം ഇയാളെ കൊല്ലാനുള്ള ദേഷ്യമായിരുന്നു, കൊല്ലാനുള്ള ദേഷ്യം, ഭയങ്കര അരിശ. ഇവൾക്ക് ഉറക്കം നഷ്ടപ്പെട്ടു. ഇവൾ രാത്രിയും പകലും ഉറക്കമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി, ഭാരപ്പെടാൻ തുടങ്ങി, എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഇവൾ ഒരു മുഴുഭ്രാന്തിയെ പോലെ ആയി തീർന്നു തുടങ്ങി. അത്രയും നാളും ഫേസ്ബുക്കിലും വാട്സപ്പിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇഷ്ടംപോലെ ചിത്രങ്ങളൊക്കെ പോസ്റ്റ് ചെയ്ത പെണ്ണ് പിന്നീട് ചിത്രങ്ങളൊന്നും പോസ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ഇരിക്കാൻ ഇവളുടെ ഒരു കൂട്ടുകാരി ഇവൾക്ക് എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് കണ്ട് കേട്ട് ഓസ്ട്രേലിയയിൽ തന്നെയുള്ളതാണ്, ഇവളുടെ അടുക്കിലെത്തി. അപ്പൊ ഇവളോട് ഈ പെണ്ണ് സങ്കടത്തോടെ പറഞ്ഞു, ഞാൻ ചതിക്കപ്പെട്ടു. എന്റെ ജീവിതം, എനിക്കിനി ഒരു അമ്മയാകാൻ പറ്റില്ല. ഈ മനുഷ്യന്റെ ഭാര്യയായിട്ടുള്ള ജീവിതം ചിന്തിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഉറക്കമില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. മൊത്തം ടോട്ടൽ ഡിസോർഡർ. എന്ത് ചെയ്യണം? അങ്ങനെ ഈ കൂട്ടുകാരിയുടെ നിർബന്ധം കൊണ്ട് അവിടെ അടുത്തുള്ള ഒരു ആശുപത്രി ഒരു മനഃശാസ്ത്രജ്ഞനെ കാണാൻ പോയി. മനഃശാസ്ത്രജ്ഞനെ കണ്ടപ്പോൾ മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞു, ഇപ്പോഴത്തെ നിന്റെ പോക്കനുസരിച്ച് 3 മാസത്തിനുള്ളിൽ നിനക്ക് മുഴുഭ്രാന്തായി മാറും. ഇപ്പൊ ഓൾറെഡി വട്ടാണ്. ഇനി നീ 3 മാസത്തിനുള്ളിൽ ഇങ്ങനെ പോയാൽ നീ മുഴുഭ്രാന്തിയായിട്ട് മാറും. എന്തു വേണം? എന്നിട്ട് ഡോക്ടർ രാത്രികാലത്ത് ഉറങ്ങാൻ വേണ്ടി ഉറക്ക ഗുളികയൊക്കെ സജസ്റ്റ് ചെയ്തു. ഇവൾ അവിടുന്ന് തിരിച്ചു വന്ന് വീട്ടിൽ വന്ന് കലണ്ടറിൽ വട്ടമിട്ടോണ്ടിരിക്കുക. മുഴുഭ്രാന്തിയാവാൻ ഇനി ഇത്ര ദിവസം മാത്രം. ഓരോ ദിവസം ഇങ്ങനെ വട്ടമിട്ട് മുന്നോട്ട് നീങ്ങുന്നു. ആകപ്പാട് അരിശം, ദേഷ്യം. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവളുടെ വാട്സപ്പിൽ, ഇവളുടെ മൊബൈൽ ഫോണിൽ ആരൊക്കെയോ ചില വചനങ്ങളൊക്കെ അയച്ചു കൊടുക്കുന്നു. ആ കൂട്ടത്തിൽ കേരളത്തിലെ വളരെ പ്രശസ്തനായ ദാനിയൽ പൂവണ്ണത്തിൽ അച്ഛൻ എന്നൊരു വൈദികനുണ്ട്. ആ അച്ഛന്റെ ഒരു വചന സന്ദേശം നാളുകൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് നിന്ന് അച്ഛൻ പറഞ്ഞു, 3 മാസക്കാലം നിങ്ങൾ വചനം വായിക്കുക. 3 മാസക്കാലം വചനം വായിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി മാറും, ജീവിതത്തിന്റെ അന്തരീക്ഷം മാറും, പ്രതികൂല സാഹചര്യങ്ങൾ അനുകൂലമാകും. ഇവളിത് കേട്ടു. ഏതോ വട്ടുപിടിച്ച കത്തനാര് അച്ഛൻ. കാരണം എന്റെ അവസ്ഥ എന്താ? എന്റെ അവസ്ഥ ഇതൊന്നും ശരിയാകാൻ പോകുന്നില്ല. വചനം വായിച്ച് ശരിയാവുന്ന കാര്യമാണോ? അല്ലല്ലോ. പിന്നെ എന്നതാ ഈ അച്ഛൻ പറയണേ? ഇവള് മിണ്ടാതെ മാറ്റിവിട്ടു. എന്നാൽ ഈ വാട്സപ്പിലൊക്കെ പ്രത്യേകത എന്താ? ഒരു കാര്യം തന്നെ പിന്നെയും വന്നോണ്ടിരിക്കും. ഇവളുടെ മൊബൈലിൽ പിന്നെയും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഈ അച്ഛന്റെ പ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഈ വാട്സപ്പിലൊക്കെ വരുന്ന മെസ്സേജിന്റെ പ്രത്യേകത ഇത് പിന്നെയും വന്നോണ്ടിരിക്കും അല്ലെ? ഒരു കാര്യം തന്നെ പിന്നെയും വന്നോണ്ടിരിക്കും. എന്റെ വീടിനടുത്ത്, എന്റെ വീട് ആലപ്പുഴ ജില്ലയിൽ ചേർത്തല എന്നാണ്, കേട്ടിട്ടുണ്ടോ? ചേർത്തല മനോഹരമായ ഒരു സ്ഥലമാണ്.
ചേർത്തല കേട്ടിട്ടുണ്ടോ? ആ, ഞങ്ങൾ പണ്ട് മന്തും മലമ്പനിയും ചിക്കൻ കുനിയെ കൊടുക്കുമായിരുന്നു. ഇപ്പൊ ഞങ്ങൾ നല്ലവരായി. നല്ല സ്ഥലമാണ് ചേർത്തല. അപ്പോ എന്റെ വീടിനടുത്തുള്ള ഒരു പയ്യൻ, 8ാം ക്ലാസ്സുകാരൻ, ഒരു ദിവസം കഴിഞ്ഞ നാളിൽ ഒളിച്ചോടിപ്പോയി. വീട്ടിൽ നിന്ന് ഒളിച്ചോടി. അവൻ അവന്റെ അപ്പനെ അമ്മേനെയും ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതിന് വേണ്ടി, ഒറ്റ പുത്രനേ ഉള്ളൂ, ഇവൻ പറഞ്ഞ കാര്യം സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അവൻ കണ്ടുപിടിച്ച പരിപാടിയാണ് ഒളിച്ചോടി പോവുക. ആരോ പറഞ്ഞു, എടാ നീ ഒളിച്ചോടി പോയാൽ നീ പറയുന്ന കാര്യങ്ങളൊക്കെ അപ്പനും അമ്മയും സാധിച്ചു തരും. അവൻ രാവിലെ ഒളിച്ചോടിപ്പോയി. ഉച്ചയായിട്ട് കാണുന്നില്ല, വൈകുന്നേരമായിട്ട് കാണുന്നില്ല. അപ്പനും അമ്മയ്ക്കും ടെൻഷൻ, ആദി വ്യാധി വെപ്രാളം ഇങ്ങനെ കൂടിക്കൂടി വന്നു. അപ്പൊ ഈ 8ാം ക്ലാസ്സുകാരന്റെ ചങ്ക് ബ്രോസ്, കുറെ ഫ്രണ്ട്സ് ഉണ്ട് ഇവന്റെ. അവന്മാരെല്ലാരും കൂടി ഒരുമിച്ച് കൂടിയിട്ട് അവന്മാരെല്ലാരും കൂടി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. അപ്പൊ അവര് കണ്ടുപിടിച്ചു, നമുക്ക് വാട്സപ്പിൽ ഒരു പരസ്യം ചെയ്യാം. അങ്ങനെ 8ാം ക്ലാസ്സുകാരന്റെ സുന്ദരമായി ചിരിക്കുന്ന ഒരു പടം എടുത്തിട്ട് ഇവനെ കാണാനില്ല, കണ്ടുകിട്ടുന്നവർ ഇന്ന സ്ഥലത്ത് എത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റർ അങ്ങോട്ടിട്ടു. വൈകുന്നേരം ഒരു 7-7:30 ആയപ്പോഴത്തേക്ക് ആലപ്പുഴ സൈഡിൽ ഒരു ചായക്കടയിൽ ഇരുന്ന് 8ാം ക്ലാസ്സുകാരൻ പൊറോട്ട തിന്നുകൊണ്ടിരിക്കുമ്പോൾ കടക്കാരന്റെ കയ്യിലേക്ക് ഈ മെസ്സേജ് കണ്ടു. നോക്കിയപ്പോൾ കാണാനില്ലാത്ത ചെറുക്കൻ കടലിരുന്ന് പൊറോട്ട തിന്നു. അവനെ പിടിച്ച് നേരെ വീട്ടിൽ കൊണ്ടുവന്നു. അങ്ങനെ പ്രശ്നം തീർന്നോ? തീർന്നില്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ അവന്റെ വീട്ടിൽ ചെന്ന്, ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ മറ്റൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ ഇവനെ കണ്ടപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞു, എന്നെ ഒന്ന് രക്ഷിക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, എനിക്ക് മനസ്സിലായില്ലടാ, എന്താ പ്രശ്നം? എന്റെ അച്ഛ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ മേല. കാരണം ഇവൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ റോട്ടിൽ ചെന്നാൽ അപ്പോൾ ആരെങ്കിലും പിടിച്ച് വീട്ടിലെത്തിക്കും. ഇവനൊരു കടയിൽ പോയാൽ അപ്പോൾ ആരെങ്കിലും പിടിച്ച് വീട്ടിലെത്തിക്കും. ഇവൻ പള്ളിയിൽ പോയാൽ പള്ളിയിലെ കുർബാന കഴിയുമ്പോൾ വീട്ടിലെത്തിക്കും. എന്ന് പറഞ്ഞാൽ പലരുടെയും മൊബൈൽ ഫോണിൽ ഇവനെ കാണാനില്ല എന്നുള്ള കാര്യം ഇപ്പോഴും എത്തുന്നതേ ഉള്ളൂ. ഇവന്റെ ജീവിതം മൊത്തം ഇങ്ങനെയായി. അതുകൊണ്ട് അവൻ എന്നോട് ചോദിച്ചത്, എന്നെ ഈ സംസ്ഥാനത്ത് നിന്ന് രക്ഷപ്പെടുത്തി തരാമോ? കാരണം പുറത്തിറങ്ങാൻ മേല. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മളൊരു കാര്യം പ്രസിദ്ധീകരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. എന്താണ്? അത് കയ്യിൽ നിന്ന് പോയതാ, അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, വളരെ സൂക്ഷിക്കണം. അങ്ങനെ നമ്മുടെ ഓസ്ട്രേലിയയിലുള്ള പെണ്ണ് അവളുടെ കയ്യിലെ മൊബൈൽ ഫോണിൽ ഇങ്ങനെ ആവർത്തിച്ച് കാണുകയാണ്, 3 മാസക്കാലം നിങ്ങൾ ബൈബിൾ വായിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി മാറും. 3 മാസക്കാലം നിങ്ങൾ വചനം വായിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി മാറും. ഈ പെണ്ണിന്റെ ഉള്ളിൽ അരിശവും ദേഷ്യവും. ഈ കത്തനാരെ ഒന്ന് കാണണമല്ലോ, ഈ അച്ഛനെ ഒന്ന് കാണാൻ 2 എണ്ണം പറയണം. കാരണം എന്ത് മണ്ടത്തരമായി പറയുന്നത്. എന്റെ പ്രശ്നത്തിന് ഉത്തരവുണ്ടോ? ഇല്ല. ഉത്തരമില്ലാത്ത പ്രശ്നത്തിന് ഈ കത്തനാര് പറയുകയാണ്, 3 മാസക്കാലം ബൈബിൾ വായിച്ച ശരിയാകുമെന്ന്. ഇതെങ്ങനെ ശരിയാവും? അരിശവും ദേഷ്യവും. എന്നിട്ട് അവളൊരു തീരുമാനമെടുത്തു, 3 മാസക്കാലം ഞാൻ ബൈബിള് വായിക്കും. എന്റെ പ്രശ്നം ഏതായാലും മാറത്തില്ലല്ലോ. വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ തിരുവനന്തപുരത്തേക്ക് പോയിട്ട് ഈ ദാനിയേലച്ചനെ കണ്ടിട്ട് 2 എണ്ണം പറയണം. അങ്ങനെ അരിശവും ദേഷ്യവും ഈ പെണ്ണിന്റെ ഉള്ളിൽ. അങ്ങനെയാണ് ഈ പെണ്ണ് ബൈബിള് വായിക്കാൻ തുടങ്ങിയത്. ഉൽപ്പത്തി പുസ്തകം മുതൽ ഈ പെണ്ണ് സാവധാനം വായിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, അത്ഭുതകരമായ ചില കാര്യങ്ങൾ ഈ പെൺകുട്ടിയുടെ സ്വഭാവത്തിൽ സംഭവിച്ചു തുടങ്ങി. ഒന്നാമത്തെ കാര്യം, നല്ല ഉറക്കം കിട്ടി. ഹല്ലേലൂയ. ഉറക്കമില്ലായിരുന്നു. ഉറക്കഗുളിക കഴിച്ചിട്ട് പോലും ഉറക്കമില്ലാത്ത അവസ്ഥ, അത്രമേൽ സംഘർഷം. എന്നാൽ ഈ പെണ്ണിന്റെ സ്വഭാവത്തിൽ സാവധാനം മാറ്റം, നല്ല ഉറക്കം കിട്ടി തുടങ്ങി. എന്ന് മാത്രമല്ല, ഇവളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ തുടങ്ങി. ഓരോ വിഷയത്തിലും പരിശുദ്ധാത്മാവ് കൃത്യമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. പഴയ നിയമം വായിച്ച് അവസാനം മിക്ക പ്രവചനത്തിലോട്ടൊക്കെ എത്തി വന്നപ്പോഴത്തേക്ക് ഇവന്റെ ഉള്ളിൽ അനേക ചോദ്യങ്ങൾക്കുള്ള ഉത്തരം. എന്തിനാണ് ആ മനുഷ്യനെ ഇത്രമേൽ വെറുക്കുന്നത്? ആ ഭർത്താവിനെ ഇത്രമേൽ വെറുക്കുന്നത് എന്തിനാണ്? ആ കുഞ്ഞിന്റെ അപ്പനാകാൻ പറ്റില്ല കഴിവ്, അയാൾ എന്ത് ചെയ്തു? അതങ്ങനെയല്ല സൃഷ്ടിക്കപ്പെട്ട. അതിനെന്തിനാണ് ഇത്രമേൽ വെറുക്കുന്നത്? അയാളെ സ്നേഹിക്കാനുള്ള കൃപ. സാവധാനം ഭക്ഷണമൊക്കെ വെച്ചു കൊടുക്കാൻ തുടങ്ങി, സ്നേഹിക്കാൻ തുടങ്ങി, നല്ല ഉറക്കം കിട്ടി തുടങ്ങി. പരിശുദ്ധാത്മാവ് ഇവളുടെ ഉള്ളിൽ സംസാരിക്കുകയാണ്. ഈ ഭൂമിയിൽ അമ്മയായില്ലെങ്കിലും നിനക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ടല്ലോ, അല്ലേ? എല്ലാ സ്ത്രീകളും അമ്മയായില്ലെങ്കിലും ജീവിക്കാമല്ലോ. നീ എന്തിനാണ് നീ സ്വയം നശിക്കുന്നത്? നീ എന്തിനാ സ്വയം നിന്റെ ജീവിതത്തെ വേസ്റ്റ് ആക്കുന്നത്? നീ പ്രാർത്ഥിക്കൂ. ഈ പെണ്ണി ഇങ്ങനെ വചനം വായിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, വചന വായന കഴിഞ്ഞപ്പോൾ ഇവളുടെ ജീവിതം അടിമുടി മാറ്റിമറിക്കപ്പെട്ടു. നല്ല കയ്യടി കർത്താവായി ഈശോയ്ക്ക് കൊടുത്തേ. നല്ല കയ്യടി. പോരാ, കരങ്ങൾ ഉയർത്തി കയ്യടിച്ച് ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഞാൻ ഈ പറഞ്ഞ സംഭവം കോട്ടാശ്രമത്തിൽ ഒരു 3 മാസം മുമ്പ് പറഞ്ഞ് കഴിഞ്ഞപ്പോൾ, ഈ സംഭവം പറഞ്ഞു കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ സ്റ്റേജിന് പുറകിൽ ഒരമ്മ എന്നെ കാണാൻ വന്നു നിന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛൻ അല്പം മുമ്പ് പറഞ്ഞ സംഭവം ഞങ്ങളുടെ കുടുംബത്തോട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. ആ സംഭവം ഡാനിയൽ അച്ഛൻ പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഞങ്ങൾക്കും അറിയാം, ഞങ്ങളുടെ കുടുംബത്തോട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. ഈ സംഭവത്തിന് ചില കാര്യങ്ങളും കൂടെ പിന്നീട് സംഭവിച്ചു, അച്ഛൻ അറിഞ്ഞിരിക്കണം. ഞാൻ പറഞ്ഞു, എന്തുവാ? എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, അച്ഛാ, ആ പെണ്ണിന്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായിട്ട് ഇടപെടാൻ തുടങ്ങി. ഹല്ലേലൂയ. അവര് നാട്ടിൽ വന്ന് ആ ചെറുക്കനും ചില ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തി. പിന്നീട് അവർക്ക് ദൈവം കുഞ്ഞിനെ കൊടുത്തു. ഒറ്റ പ്രസവത്തിൽ 2 കുഞ്ഞുങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ചിരുന്ന, ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾക്ക് മുമ്പിൽ ദൈവം ഇടപെടുകയാണ്. എപ്പോഴാണ്? വചനം വായിക്കുമ്പോൾ വചനത്തിന്റെ ശക്തിയാൽ അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കുകയാണ്. ഹല്ലേലൂയ. എന്റെ പ്രിയരെ, ഈ ശുശ്രൂഷ സമയത്ത് എന്നെ കേൾക്കുന്ന ഓരോരുത്തരും, നിന്റെ ജീവിതത്തിൽ ഇന്ന് കടന്നു പോകുന്ന പ്രശ്നം അതേത് തന്നെയാണെങ്കിലും, എത്ര ആഴപ്പെട്ടതാണെങ്കിലും, എത്ര നിനക്ക് നികത്താൻ പറ്റാത്തതാണെങ്കിലും, ഇതാ തിരുവചനം നൽകുന്ന ഉത്തരം എന്നറിയോ? നീ വചനം വായിച്ചാൽ വചനത്തിലൂടെ നിന്റെ ജീവിതത്തിൽ അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം വചനത്തിൽ പരിശുദ്ധാത്മാവാണ് സംസാരിക്കുന്നത്, മനുഷ്യരല്ല. നിങ്ങളൊരു പ്രശ്നം വരുമ്പോഴത്തേക്ക് ഒരു മനുഷ്യന്റെ മുമ്പിൽ കൗൺസിലിങ്ങിന് പോയിരിക്കുന്നു, മണിക്കൂറുകളാണ് സംസാരിക്കുന്നത്, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോൾ സെക്കൻഡുകൾക്കുള്ളിൽ കാര്യങ്ങൾ ക്ലിയർ ആവുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോൾ സെക്കൻഡുകൾക്കുള്ളിൽ, ഞാനൊരു കൊച്ചുദാഹരണം പറയാം. 28 വയസ്സെത്തിയ ഒരു പെണ്ണ്, ആദ്യ വിവാഹം പരാജയപ്പെട്ട പ്രശ്നം, പിന്നീട് ആത്മഹത്യ മാത്രമേ മുന്നിൽ വഴിയുള്ളൂ, അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ധ്യാന മന്ദിരത്തിൽ വന്നൊരു പെണ്ണ്. ഇവള് കൗൺസിലിങ്ങിന് പോയി. ഒരു 3.5 മണിക്കൂർ കൗൺസിലിംഗ് നടത്തി. അതിനുശേഷം ഈ പെണ്ണിന്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, അച്ഛാ, കൗൺസിലിംഗ് എനിക്ക് തൃപ്തിയായില്ല, മരിക്കണമെന്നാണ് എന്റെ തലയ്ക്കകത്തെ ചിന്ത. അത്രമേൽ വലിയ പ്രശ്നത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്, ഭാരപ്പെട്ട മനസ്സ്. ഞാൻ പറഞ്ഞു, മോളെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് വചനം തുറന്നപ്പോൾ കിട്ടിയത് യെശയ്യായുടെ പ്രവചനം 43-ാം അധ്യായം 1ഉം 2ഉം തിരുവചനം. ബൈബിളുള്ളവരും തുറന്ന് വായിച്ച് യെശയ്യായുടെ പ്രവചനം 43-ാം അധ്യായം 1ഉം 2ഉം വചനം. ഇത് തുറന്ന് ആ പെൺകുട്ടിയുടെ കയ്യിലേക്ക് വെച്ച് ഞാൻ കൊടുത്തു. ഒന്ന് തുറന്നേ നോക്കിക്കേ, ഏതാ വചനം ഒന്ന് കണ്ടുപിടിച്ച്. യെശയ്യായുടെ പ്രവചനം 43-ാം അധ്യായം 1ഉം 2ഉം. ദേ കേട്ടോണേ, ഇപ്പോൾ ഈ വചനം ഇവിടെ ഇരിക്കുന്ന അനേകർക്ക് വ്യക്തിപരമായി പരിശുദ്ധാത്മാവ് സമ്മാനിക്കുന്ന ഒരു വചനമാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും നിന്റെ അവസ്ഥ എനിക്കറിഞ്ഞുകൂടാ, പക്ഷെ നിന്റെ അവസ്ഥ ദൈവത്തിനറിയാം. നീ ആരാണെന്ന് എനിക്കറിഞ്ഞുകൂടാ, നിന്നെ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ഈ വചനം നിനക്ക് വേണ്ടി ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് സമ്മാനിക്കുന്ന വചനമാണ്. ഒന്ന് കേട്ടു നോക്കിക്കേ ആ വചനം. യെശയ്യായുടെ പുസ്തകം 43-ാം അധ്യായം 1-ാം തിരുവചനം. കേട്ടോ. യാക്കോബേ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. Praise the Lord. Hallelujah. Hallelujah. യാക്കോബിന്റെ സ്ഥാനത്ത് നിന്റെ പേര് പറഞ്ഞെന്ന് വായിച്ചേ, ഇസ്രായേലിന്റെ സ്ഥാനത്ത് നിന്റെ പേര് പറഞ്ഞു വായിച്ചേ. അത് വായിച്ചാൽ നിനക്ക് മനസ്സിലാകും. ആ പെൺകുട്ടിയുടെ മുമ്പിൽ 28 വയസ്സ്, ജീവിതത്തിൽ നിരാശയും ദുഃഖവും ആത്മഹത്യ മാത്രം വഴി. ഞാൻ ഈ വചനം കൊടുത്തിട്ട് പറഞ്ഞു, എന്റെ പൊന്നുമോളെ, നിന്റെ പേര് പറഞ്ഞ് നീ വായിച്ചു നോക്കിക്കേ. യാക്കോബിന്റെ സ്ഥാനത്ത് നിങ്ങളുടെ പേര് പറഞ്ഞെന്ന് വായിച്ചേ, ഇസ്രായേലിന്റെ സ്ഥാനത്ത് നിങ്ങളുടെ പേര് പറഞ്ഞെന്ന് വായിച്ചേ. യാക്കോബെ, നിന്നെ സൃഷ്ടിക്കുകയും, ചേച്ചി നിന്നെ സൃഷ്ടിക്കുകയും, ചേട്ടാ നിന്നെ സൃഷ്ടിക്കുകയും, ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത, നിന്റെ പേര് പറഞ്ഞ് നീ വായിച്ചാൽ നിനക്ക് മനസ്സിലാകും. ഇത് വളരെ വ്യക്തിപരമായി നിന്നോട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് വ്യക്തിപരമായി സംസാരിക്കുകയാണ്. നിന്നെ പേര് ചൊല്ലി വിളിച്ച ദൈവം നിന്നോട് പറയുന്നു, നീ ഭയപ്പെടേണ്ട, നിന്നെ ഞാൻ രക്ഷിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
വചനം പഠിപ്പിക്കുകയാണ്, നീ എന്റേതാണ്, നീ എന്റേതാണ്. ഞാൻ കാണുന്ന കാഴ്ച 28 വയസ്സുള്ള പെണ്ണ്, ആത്മഹത്യയുടെ മുനമ്പിൽ നിൽക്കുന്ന പെണ്ണ്. ഇത് വായിച്ചു നോക്കുമ്പോൾ അവളുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീരിറ്റിറ്റ് വീഴുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞു, എന്നെ കുറിച്ചും ബൈബിളിൽ എഴുതിയിട്ടുണ്ടല്ലേ, എന്നെ കുറിച്ചും ബൈബിളിൽ എഴുതിയിട്ടുണ്ടല്ലേ. ഇത് കേൾക്കുന്ന ഓരോരുത്തരും ഓർത്തോ, നിന്നെ കുറിച്ചും ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. നിന്റെ ജീവിതം ഇന്ന് കടന്നു പോകുന്ന അവസ്ഥ എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ദൈവത്തിനറിയാം. ദൈവം നിന്നിൽ ഇടപെടുന്ന എന്റെ സഹോദര. ഈ വചനം കേൾക്കുക എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ഒരുപക്ഷെ അവിചാരിതമായിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുണ്ടാവും. ഒരുപക്ഷെ ഇതൊന്നും പ്രതീക്ഷിച്ചില്ല, വെറുതെ കാണാൻ വന്നവരുണ്ടാവും. നീ ആരുമായിക്കൊള്ളട്ടെ, നീ വിശ്വസിച്ചോണം, ഇത് ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തൊട്ടടുത്ത വചനം ഒന്ന് വായിച്ച്, 43:2 വായിച്ച്. സുന്ദരമായ വചനം വായിച്ചോ. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ, സമുദ്രത്തിലൂടെ നീ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ, നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും, അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് നോക്കിക്കേ, നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളുണ്ടല്ലോ, സമുദ്രത്തിലെ പോലെ തിരമാലകൾ ഇങ്ങനെ ആഞ്ഞടിക്കും, തീ ഇങ്ങനെ കത്തിപ്പടരും. നീ അതിന്റെ അകത്തൂടെ സുഖമമായിട്ട് പോകും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ 2 കരങ്ങൾ ഉയർത്തിക്കൊണ്ട് 3 പ്രാവശ്യം ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല കയ്യടി കർത്താവായ ഈശോയ്ക്ക് കൊടുക്കട്ടെ. ഈ രാത്രിയിൽ ഇത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ വചനം അത്രമേൽ ശക്തമായി ഇടപെടും. നിങ്ങൾ വിശ്വസിച്ചോ? വചനം വായിക്കുന്ന, വചനം ധ്യാനിക്കുന്ന ഓരോ വ്യക്തിയിലും അത്ഭുതകരമായിട്ട് ഇടപെടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കല്യാണമായിട്ട്, കല്യാണം വേണ്ട, കല്യാണത്തിന്റെ ആലോചനകൾ നടക്കുമ്പോൾ ഒരു പെൺകുട്ടി ഇതുപോലെ ധ്യാന കേന്ദ്രത്തിൽ പ്രാർത്ഥിക്കാൻ വന്നിട്ട് പറഞ്ഞു, അച്ഛാ, എന്റെ വീട്ടിൽ കല്യാണ ആലോചന നടക്കുവാണ്, പക്ഷേ എനിക്ക് പേടിയാച്ചാ, എനിക്ക് പേടിയാച്ചാ, എനിക്ക് കല്യാണം വേണ്ട. കാരണം ഇവൾക്ക് കഴിഞ്ഞ നാളിൽ ഒരു തെറ്റായ സ്നേഹബന്ധം ഉണ്ടായിരുന്നു, അത് പോയി. പക്ഷെ ഇവളുടെ ഉള്ളിൽ ഒരു വിഷമം, ഇനി എനിക്ക് നല്ലൊരു ഭാര്യയാകാൻ പറ്റുമോ, ഇനി എനിക്കൊരു നല്ലൊരു കുടുംബിനിയാകാൻ പറ്റുമോ, അച്ഛാ, ഇനി എനിക്കതിന് കഴിവില്ല അച്ഛാ. പ്രിയപ്പെട്ടവരെ, ഈ പെണ്ണിന്റെ മുമ്പിൽ ബൈബിൾ തുറന്ന് കർത്താവ് തന്ന വചനം യെശയ്യായുടെ പുസ്തകം 54-ാം അധ്യായം 4-ാം തിരുവചനം. എന്നെ കേൾക്കുന്ന ആരെങ്കിലും കഴിഞ്ഞകാല ജീവിതത്തിലെ ഏതെങ്കിലും സംഭവങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ ഈ രാത്രി കർത്താവ് നിന്നെ വചനത്തിൽ പറയുന്നു, നീ എഴുന്നേൽക്കണം. നിന്നെ കർത്താവ് ഇതാ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. യെശയ്യായുടെ പ്രവചനം 54:4 ഉച്ചത്തിൽ വായിച്ചാലോ. ഭയപ്പെടേണ്ട, നീ ലജ്ജിതനാവുകയില്ല, നീ അപമാനിതനാവുകയില്ല. നിന്റെ യൗവനത്തിലെ അപകീർത്തി നീ വിസ്മരിക്കും. നിന്റെ യൗവനത്തിലെ അപകീർത്തി നീ വിസ്മരിക്കും. ഒന്നും കൂടെ വായിച്ച വചനം. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, നീ ലജ്ജിതനാവുകയില്ല, ലജ്ജിതയാവുകയില്ല, ലജ്ജിതനാവുകയില്ല. നീ അപമാനിതനാവുകയില്ല, അപമാനിതയാവുകയില്ല, അപമാനിതനാവുകയില്ല. നിന്റെ യൗവനത്തിലെ അപകീർത്തി, നിന്റെ യൗവനത്തിലെ അപകീർത്തി നീ വിസ്മരിക്കും, നീ വിസ്മരിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലതുകര ഉയർത്തിപ്പിടിച്ചേ, ഇടതുകര നെഞ്ചോട് ചേർത്തേ, കണ്ണടച്ചേ. ഈ നിമിഷം പ്രാർത്ഥിക്കുന്ന എന്റെ പ്രിയരെ, നിങ്ങളുടെ ഉള്ളിൽ കഴിഞ്ഞകാല ജീവിതത്തിലെ ഏതെങ്കിലും തെറ്റായ തീരുമാനം, ഏതെങ്കിലും പാപപ്രവൃത്തി, ഏതെങ്കിലും സ്നേഹബന്ധം, ഏതെങ്കിലും ജീവിതത്തിലെ പാപ വഴികൾ നിന്നെ ഇപ്പോൾ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ഇതാ ഈ രാത്രി കർത്താവ് പറയുന്നു, കഴിഞ്ഞകാല ജീവിതത്തിലെ സംഭവങ്ങൾ നിന്നെ ഒരിക്കലും അപമാനിക്കുകയില്ല. കഴിഞ്ഞകാല ജീവിതത്തിലെ സംഭവങ്ങൾ നീ വിസ്മരിക്കും, നീ നാണം കെടേണ്ടി വരില്ല. കർത്താവേ, ഈ ശുശ്രൂഷ സമയം ഞങ്ങൾ അത് വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിലെ കഴിഞ്ഞകാല ജീവിത സംഭവങ്ങളെ കർത്താവേ ഏറ്റെടുക്കണമേ, വിശുദ്ധീകരിക്കണമേ, ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. ഓ ദൈവമേ, ഇപ്പോൾ തന്നെ ഈ ദൈവമക്കളിൽ ഇടപെടണമേ. ആരാധന, ആരാധന, ആരാധന. 2 കരങ്ങൾ ഉയർത്തുന്നത് സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. നാവ് തുറന്ന് സ്തുതിക്കട്ടെ. യേശുവേ എന്ന് വിളിച്ച്
വിളിക്കട്ടെ, യേശുവേ എന്ന് വിളിക്കട്ടെ, യേശുവേ എന്ന് വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയരെ, ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനേകരുടെ ചങ്കിനുള്ളിൽ കർത്താവ് സ്പർശിക്കുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനേകരുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് സ്പർശിക്കുന്നു. ആരാധന, ആരാധന. കർത്താവ് പ്രത്യേകമായി ഒരു ബിസിനസ് തകർന്ന് തരിപ്പണമായിട്ടിരിക്കുന്ന ഒരു കുടുംബം, കൂടെ ബിസിനസ് ചെയ്ത വ്യക്തി ചതിച്ചു. ആ ഓർമ്മ നിങ്ങളെ വേട്ടയാടുന്നു. ഇന്ന് നിങ്ങൾ ചതിക്കപ്പെട്ടിരിക്കുന്നു. ഇതാ കർത്താവ് പറയുന്നു, നീ ലജ്ജിതനാവുകയില്ല, നീ അപമാനിതയാവുകയില്ല. നിന്റെ കുടുംബത്തെ കർത്താവ് ഉയർത്താൻ ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ ശക്തി നിന്റെ മേലുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുടുംബിനി, ഒരു ഭാര്യയ്ക്ക് കർത്താവ് കൃപ നൽകുന്നു. ജീവിത പങ്കാളിയെ ഉൾക്കൊള്ളാൻ, അംഗീകരിക്കാനുള്ള കൃപ. കാരണം ഈ പെണ്ണിന്റെ ഉള്ളിൽ കുറെ സംശയങ്ങൾ ഉണ്ടല്ലോ. കർത്താവ് ആ സംശയങ്ങളുടെ മേൽ ദൈവത്തിന്റെ അനുഗ്രഹം വീഴ്ത്തുന്നു. മകളെ, മകളെ, സമാധാനം നൽകുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ. ഈശോ നിന്നിൽ ഇടപെടുന്നു, അത്ഭുതകരമായിട്ട് ഇടപെടുന്നു. എൽസമ്മ എന്ന് പേരുള്ള ഒരു വ്യക്തിയെ കർത്താവ് തൊട്ട് അനുഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഈ കൂട്ടായ്മയിൽ ഒഴുകുന്നു. ഒരു പുതിയ അഭിഷേകം കർത്താവ് ചൊരിയുന്നു. ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം ചൊരിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നല്ല കയ്യടി കർത്താവ് ഈശോയ്ക്ക് കൊടുത്ത്, നല്ല കയ്യടി, കരങ്ങൾ ഉയർത്തി കൈയടിച്ച്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ കൂടാരം മുഴുവൻ വലിയ സ്വർഗീയ വെള്ള കളറുള്ള മേഘത്തണലിൽ ചേർത്ത് വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അർത്ഥം, ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, ഈ വചന ശുശ്രൂഷയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് ഈ കൂടാരത്തിൽ മാത്രമല്ല, ഈ ശബ്ദവലയത്തിനുള്ളിൽ വീടുകളിൽ ഇരുന്ന് കേൾക്കുന്ന വ്യക്തികളിൽ പോലും ദൈവത്തിന്റെ ആത്മാവ് അതിശക്തമായി ഇടപെടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നു. വീടിന്റെ മുൻവശത്തിരുന്ന് ഈ വചനം കേൾക്കുന്നു. എന്റെ സഹോദര, കർത്താവ് സഹോദരനിൽ ഇടപെടുന്നു. കർത്താവ് സഹോദരനിൽ ഇടപെടുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ അത് സംഭവിക്കും. ഒരു മരത്തിന്റെ മുകളിൽ നിന്ന് വീണതിന്റെ ഫലമായി, പുറമടിച്ച് വീണതിന്റെ ഫലമായി നടക്കാൻ ബുദ്ധിമുട്ട്, ഇരിക്കാൻ ബുദ്ധിമുട്ട്, കിടക്കാൻ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതം അത്രമേൽ അസഹനീയമായ വിധത്തിൽ കടന്നു പോകുന്ന ഒരു കുടുംബനാഥൻ ഈ വചനം എവിടെയോ ഇരുന്ന് കേൾക്കുന്നു. ആ കുടുംബനാഥന് കർത്താവ് തൊടുന്നു. യേശു നിന്നെ തൊടുന്നു. യേശു നിന്നെ തൊടുന്നു. വിശ്വസിക്കുന്നവരോടുകൂടി അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇങ്ങോട്ട് നോക്കിക്കേ. ലൂക്കാസ് വിശേഷം 5-ാം അധ്യായം 17 മുതലുള്ള വചനമാണ് നമ്മൾ ധ്യാനിച്ചു തുടങ്ങിയത്. യേശുവിന്റെ പക്കൽ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവജനം പല സ്ഥലത്തു നിന്നും ഇങ്ങനെ ഒരുമിച്ച് കൂടും. വചനം പഠിപ്പിക്കുന്നു, യേശുവിന്റെ ഉള്ളിൽ നിന്നും സൗഖ്യത്തിന്റെ ശക്തി ഇങ്ങനെ കടന്നു വരികയാണ്. നമുക്ക് വായിക്കാൻ പറ്റിയത് 5-ാം അധ്യായം 18-ാം തിരുവചനം. ലൂക്കാസ് വിശേഷം 5:18 നമുക്കൊന്ന് വായിക്കാം. നമ്മൾ വായിച്ചതാണ്. വായിച്ചോ. അപ്പോൾ ചിലർ ഒരു തളർവാദ രോഗിയെ കിടക്കയിൽ എടുത്തു കൊണ്ടുവന്നു. അപ്പോൾ ചിലർ ഒരു എങ്ങനെയുള്ള രോഗിയെ? തളർവാദ രോഗി. തളർവാദ രോഗിയുടെ പ്രത്യേകത എന്താ പറഞ്ഞേ? എന്താ പ്രത്യേകത? തളർവാദ, പാരലൈസ്ഡ് ആണ്. എന്താ പ്രത്യേകത? സ്വയമായി ഒന്നും ചെയ്യാൻ കഴിവില്ല, സ്വയമായി ഒന്നും ചെയ്യാൻ തളർന്നു കിടക്കുവാണ്. ഈ തളർവാദ രോഗിയെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ നീ ഓർത്തോണം, നിന്റെ വീട്ടിലും ഇതുപോലെ ചില തളർവാദ രോഗികളുണ്ട്. എന്നതിന്റെ അർത്ഥം എന്താ? തളർന്നു കിടക്കുന്നത് ശരീരത്തിനല്ല, മനസ്സിൽ തളർന്നു കിടക്കുന്ന ചിലര് നമ്മുടെ വീട്ടിലുണ്ടെന്നും.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മനസ്സിലെ ശരീരത്തിന്റെ തളർച്ചയേക്കാൾ വലുതാണ് മനസ്സിന്റെ തളർച്ച. ചില വിഷയങ്ങളിൽ മനസ്സിൽ ഇങ്ങനെ മരവിപ്പ്, ജീവിക്കാൻ തോന്നുന്നില്ല, ഇനി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. അങ്ങനെ മനസ്സിൽ തളർന്നു കിടക്കുന്ന ചിലർ നിന്റെ വീട്ടിലും ചുറ്റുവട്ടത്തുമുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വചനം പഠിപ്പിക്കുന്നു, ചിലർ ഒരു തളർവാദ രോഗിയെ കിടക്കയിൽ എടുത്തുകൊണ്ടുവന്നു. എന്തിനെടുത്തുകൊണ്ടുവന്നു? കസേരയിലാണോ? അല്ല, കിടക്കയിൽ. കിടക്കയിൽ ഒരു കിടക്ക, ഒരു കട്ടിൽ എത്ര പേര് ചേർന്നാണ് ചുമക്കാൻ പറ്റുന്നത്? പൊതുവെ മിനിമം 4 പേര് വേണം. 4 വശത്തും പിടിക്കണം, വേണ്ടേ? അപ്പൊ ഈ 4 പേര് ചുമന്നോണ്ടാണ് വരുന്നത്. ഈ കിടക്കയിൽ ആര് കിടക്കുന്നു? തളർവാദ രോഗി കിടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ഈ 4 പേര് ചുമന്നോണ്ടാണ് വരുന്നത്. അവര് ചുമന്നോണ്ട് വന്നു. എന്നിട്ട് എന്താ വചനം നോക്കിക്കേ, അവർ അവനെ അകത്ത് യേശുവിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ പരിശ്രമിച്ചു. അവര് ശ്രമിച്ചു, പക്ഷെ ഇങ്ങനെ നിറച്ച ആളുകൾ ഇരിക്കുന്നത് കൊണ്ട് അകത്തോട്ട് കയറി വരാൻ പറ്റുന്നില്ല. അപ്പൊ അടുത്ത് എന്ത് ചെയ്തു? അവർ പുരമുകളിൽ കയറി ഓടിളക്കി. അവര് പുരമുകളിൽ കയറി ഓടിളക്കി കിടക്കയോടെ അവന് യേശുവിന്റെ മുമ്പിലേക്ക് ഇറക്കി. അവർ എന്നാണ് പറയണത്. ആരാണ് ഈ അവർ? 4 പേര്. എത്ര പേരുണ്ട്? 4 പേരെ നിയമിച്ചു. ഈ 4 പേരുടെ കഠിനാധ്വാനം. ഈ 4 പേര് എന്ത് ചെയ്യുന്നു? അവര് ഓടിളക്കി. അവർക്കൊരു കാര്യം, എങ്ങനെയെങ്കിലും ഇവനെ യേശുവിന്റെ പക്കൽ എത്തിക്കണം, എങ്ങനെയെങ്കിലും ഇവനെ യേശുവിന്റെ പക്കൽ എത്തിക്കണം. അതിനുവേണ്ടി അവരെന്ത് ചെയ്തു? അവരോടിളക്കി അവനെ ഇതാ യേശുവിന്റെ പക്കൽ എത്തിച്ചു. പ്രൈസ് ദി ലോർഡ്. അടുത്ത വചനം ഒന്ന് വായിച്ചേ. അവരുടെ വിശ്വാസം കണ്ട്. അവരുടെ വിശ്വാസം കണ്ട്. ആരുടെ വിശ്വാസം? ആ 4 പേരുടെ കട്ടില് ചുമന്നവരുടെ വിശ്വാസം കണ്ട് അവൻ പറഞ്ഞു, മനുഷ്യ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. തുടർന്ന് നിങ്ങൾക്ക് 24-ാം തിരുവചനം വായിച്ച്. 24. ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. ഉടനെ എല്ലാവരും കാണുകെ അവൻ എഴുന്നേറ്റ് കിടക്കയും എടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി. ഹല്ലേലൂയ. ഉടനെ എല്ലാവരും കാണുകെ അവൻ എന്ത് ചെയ്തു? അവൻ ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ 4 പേര് ചുമന്നാ കൊണ്ടുവന്നത്. ഇപ്പോൾ ഇവൻ ആ കിടക്കയെടുത്ത് ചുമന്നുകൊണ്ട് എല്ലാവരും കാണുകെ അങ്ങ് നടന്നുപോയി. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇങ്ങനെ ഒരു ശുശ്രൂഷ നടത്തപ്പെടുന്ന എന്തിനെന്നറിയോ? ഇതുപോലെ തളർവാദം പിടിപെട്ട അനേകര് സുഖപ്പെടാനുള്ള ശുശ്രൂഷയാണ് ഈ മണ്ണിൽ ഇപ്പോൾ നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അനേകര് ഇതുപോലെ തളർന്നവർ നമ്മുടെ വീട്ടിലുണ്ട്, നമ്മുടെ സൗഹൃദ വലയത്തിലുണ്ട്, നമ്മുടെ കൂട്ടായ്മകളിലുണ്ട്, ഈ ദേശത്തുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ ദൗത്യം എന്താണെന്നറിയാവോ? എന്താ ദൗത്യം? ആ കട്ടില് ചുമക്കാനുള്ള ദൗത്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തിനുള്ള ദൗത്യമാണ്? കട്ടില് ചുമക്കാനുള്ള ദൗത്യം. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞു കൊടുത്തേ, കട്ടില് ചുമക്കാനുള്ള ദൗത്യം. അടുത്തുള്ള ആളെ നോക്കാൻ പേടിയാണോ? ഒന്നും ചെയ്യത്തില്ല, ധൈര്യമായിട്ട് പറഞ്ഞോളൂ, അല്ലെ? അടുത്തിരിക്കുന്ന ആളോടൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞ് കട്ടില് ചുമക്കാനുള്ള ദൗത്യം പറഞ്ഞു കൊടുത്തേ. കട്ടില് ചുമക്കാനുള്ള ദൗത്യം. ഹല്ലേലൂയ. 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 കഴിഞ്ഞ ദിവസം ഞാനൊരു കുടുംബത്തിൽ ഇത് പറഞ്ഞപ്പോ ആ കുടുംബത്തിലെ കുടുംബനാഥൻ എന്നോട് പറഞ്ഞു, അച്ഛാ എഴുന്നേറ്റ് നിൽക്കാൻ മേല, പിന്നെയാണ് കട്ടില് ചുമക്കാൻ പോണത്, അല്ലേ? ഇങ്ങോട്ട് നോക്കിക്കേ. കട്ടില് ചുമക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? തളർന്ന വ്യക്തിയെ യേശുവിന്റെ പക്കൽ എത്തിച്ചവരാണ് ആ കട്ടിലിന് 4 ചുറ്റും പിടിച്ചവർ. തളർന്ന വ്യക്തിക്ക് സ്വയമായിട്ട് രക്ഷപ്പെടാൻ കഴിവുണ്ടോ? ഇല്ല. നിന്റെ വീട്ടിൽ ഇതുപോലെ തളർന്നു കിടക്കുന്ന ചിലരുണ്ട്. ചില ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടവർ. ആരാണവർ? യഥാർത്ഥത്തിൽ തളർവാദം പിടിപെട്ടവരാണ്.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ തളർവാദം പിടിപെട്ട വ്യക്തിയെ ചുമന്നുകൊണ്ട് യേശുവിന്റെ പക്കൽ വരാനുള്ള ദൗത്യമാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും കർത്താവ് നൽകിയിരിക്കുന്ന ദൗത്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 അങ്കമാലിക്ക് അപ്പുറത്ത് കരയാമ്പറമ്പ് എന്നൊരു സ്ഥലമുണ്ട്. അവിടുന്ന് അങ്കമാലിയിൽ നിന്ന് കൊരട്ടി ചാലക്കുടിക്ക് വഴി വരുന്ന ഒരു സ്ഥലമാണ് കരയാമ്പറമ്പ്. അവിടെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ, ഇയാള് മഹാകുടിയനാണ്. കുടിയൻ എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാന്തരം കുടിയൻ. കുടിച്ച് വീട്ടിൽ വരുന്നത് 4 കാലിൽ, ചിലപ്പോൾ നാട്ടുകാർ എടുത്തോണ്ട് വരും, നീന്തി വരും. അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഭാര്യ ഒരു പാവം പെണ്ണാണ്, കണ്ണുനീരും വിലാപവും മാത്രം. ഈ പെണ്ണ് പറഞ്ഞത്, അച്ഛാ, ഞാൻ നേരെ ചൊവ്വേ എന്റെ ഭർത്താവ് സുബോധത്തോടെ വീട്ടിൽ രാത്രി വരുന്നത് കണ്ടിട്ടില്ല അച്ഛാ. ഈ ഓട്ടോറിക്ഷ കൊണ്ട് അവിടെ ഇവിടെയും കൊണ്ടൊക്കെ പലതവണ ഇടിക്കും, ആകെ പ്രശ്നം ഉണ്ടാക്കും, മൊത്തം പുലിവാലാണ് അച്ഛാ, ഒരു രക്ഷയുമില്ല. അങ്ങനെ ഇരിക്കെ ഇയാളോട് പലതവണ ധ്യാനം കൂടാനൊക്കെ പറഞ്ഞപ്പോ ഇയാൾ പറഞ്ഞു, പിന്നെ ഇതിനൊന്നും എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞു നടക്കുവാണ് ഈ വിദ്വാൻ. അങ്ങനെ നടക്കുമ്പോൾ ഒരു ദിവസം ആ കരയാമ്പറമ്പ് റോഡ് സൈഡിൽ, ഹൈവേ സൈഡിൽ രാത്രി ഒരു സമയത്ത് ഇയാൾ ഈ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് വന്ന് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഓട്ടോറിക്ഷ പോയി ഒരു ഇലക്ട്രിക് പോസ്റ്റിലിട്ട് പോയി ഇടിച്ച് ബോധം കെട്ട് താഴത്ത് കിടക്കുന്നു. ഓട്ടോറിക്ഷ പകുതി ചളുങ്ങി തരിപ്പടമായി. നാട്ടുകാരെടുത്ത് ഇയാളെ LF ഹോസ്പിറ്റലിൽ എത്തിച്ചു. LF ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഈ പാവം ഭാര്യ കരഞ്ഞുകൊണ്ട് മുറിയുടെ വാതിൽക്കൽ ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പൊ കുറച്ച് പ്രാർത്ഥനാ ഗ്രൂപ്പുകാര് അവിടെ എങ്ങനെയോ അറിഞ്ഞെത്തി. അവര് ഈ സഹോദരിയോട് പറഞ്ഞു, വിഷമിക്കണ്ട, ഞങ്ങള് കൂടെയുണ്ട്, ഞങ്ങള് ഈ വിഷയത്തിൽ ഇടപെടാം. അകത്ത് നമ്മുടെ ഓട്ടോറിക്ഷ ഡ്രൈവർ കുടിയൻ ബോധം കെട്ട് കിടക്കുന്നു. ഡോക്ടർ വന്ന് പരിശോധനയൊക്കെ നടത്തി. അപ്പോ പ്രാർത്ഥനാ ഗ്രൂപ്പിന് പരിചയമുള്ള ഒരു ഡോക്ടറാണ്. അയാൾ വന്നിട്ട് പറഞ്ഞു, ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇപ്പൊ ഇയാള് പകുതി ബോധമുണ്ട്, പകുതി ബോധമില്ല. നാളെ ആകുമ്പോ ബോധം തെളിയും. വേണമെങ്കിൽ ഈ പകുതി ബോധത്തോടുകൂടെ ഇയാളെ എടുത്തോണ്ട് നിങ്ങൾ ധ്യാന കേന്ദ്രത്തിൽ പൊക്കോ, വിത്ത് പെർമിഷൻ, കുഴപ്പമില്ല, ബാക്കി ഞാൻ കൈകാര്യം ചെയ്തോളാം. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഡോക്ടറുടെ അനുവാദത്തോടെ പകുതി ബോധമുള്ള ഇയാളെ എടുത്തോണ്ട് ഡിവൈൻ ധ്യാന മന്ദിരത്തിൽ, നമ്മളവിടെ ഡി അഡിക്ഷൻ സെന്റർ ഉണ്ട്, അവിടെ കൊണ്ടുവന്നു. ഭാര്യയും വീട്ടുകാരൊക്കെ ഉണ്ട്. അവിടെ കൊണ്ടുവന്ന് ഇയാൾ അവിടെ പാർപ്പിച്ചു. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾക്ക് ബോധം വന്നപ്പോ ഇയാൾ ചുറ്റും നോക്കിയപ്പോൾ സ്ഥലം മാറിയിരിക്കുന്നു. ഇയാൾ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി, അരിശപ്പെടാൻ തുടങ്ങി, ദേഷ്യപ്പെടാൻ തുടങ്ങി. അപ്പോൾ അവിടുത്തെ ഒരു പ്രേക്ഷിതൻ ഇയാളോട് കുറച്ച് നുണകൾ പറഞ്ഞു. എന്ത് നുണയാന്നറിയാവോ? എടോ, ഇയാള് കഴിഞ്ഞ ദിവസം ഓട്ടോറിക്ഷ ഇടിച്ചിട്ട് വലിയ അപകടമുണ്ടായി, പോലീസ് കേസായി, പോലീസ് അന്വേഷിക്കുകയാണ്, ഇവിടെ കിടന്നാൽ ഇയാൾ സേഫ് ആണ്, പുറത്തിറങ്ങിയാൽ പോലീസ് പിടിച്ചോണ്ട് പോകും. അപ്പൊ ഇയാൾ പറഞ്ഞു, പോലീസ് പിടിച്ചു കൊണ്ടുപോകുന്നതിനേക്കാൾ ഭേദം ഇവിടെ കിടക്കുന്നതാണ്. അങ്ങനെ ഇയാള് അവിടെ കിടക്കുകയാണ്. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ശരീരത്തിലെ മദ്യത്തിന്റെ ലഹരിയൊക്കെ കുറഞ്ഞു. ഇയാള് സാവധാനം നോർമലായി തുടങ്ങി. പിന്നീട് നമ്മുടെ ഡിവൈൻ ധ്യാന മന്ദിരത്തിലെ ധ്യാന ഹോളിൽ ഇയാളെ കൊണ്ട് ഇരുത്തി. അങ്ങനെ ഇയാൾ ഇങ്ങനെ ഇരുന്ന് വചനം കേൾക്കും, വചനം ഇങ്ങനെ കേൾക്കും. വചനം കേൾക്കും. ആദ്യമൊന്നും ഒന്നും ഇയാളുടെ ഉള്ളിൽ കയറിയില്ല. ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, അടുപ്പിച്ച് 4 ധ്യാനങ്ങൾ കൂടി. പ്രിയപ്പെട്ടവരെ, ഓരോ ധ്യാനം മുന്നോട്ട് നീങ്ങുമ്പോൾ വചനം ഇയാളുടെ ഉള്ളിലോട്ട് കടന്നു ചെന്നുകൊണ്ടിരിക്കുകയാണ്. 4ാമത്തെ ധ്യാനം കഴിഞ്ഞപ്പോൾ ഇയാൾ ഒരു സാക്ഷ്യം പറഞ്ഞു. സാക്ഷ്യം ഇങ്ങനെയാണ്: എന്റെ ശരീരത്തിൽ മുഴുവൻ ലഹരിയായിരുന്നു, അത് മദ്യത്തിന്റെ ലഹരിയായിരുന്നു. എന്നാൽ ഈ ധ്യാനങ്ങൾ കൂടിയപ്പോൾ എന്റെ ഉള്ളിലെ ലഹരി മാറി. ഇപ്പോൾ പരിശുദ്ധാത്മാവാകുന്ന ലഹരിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വലിയ സാക്ഷിയൊക്കെ പറഞ്ഞ് ഇയാൾ ധ്യാന കേന്ദ്രത്തിൽ നിന്നിറങ്ങി വീണ്ടും വീട്ടിലോട്ട് പോകുമ്പോൾ ഇയാളുടെ കൂടെ നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പുകാരെ കൂട്ടത്തിൽ കൂടി. അപ്പോ ഇയാൾക്ക് വലിയ സപ്പോർട്ട്. ഇനി എങ്ങനെ ജീവിക്കണമെന്നൊക്കെയായി ഇനി അടുത്ത ചോദ്യങ്ങൾ. അങ്ങനെയൊക്കെ പറഞ്ഞു വന്നിട്ട് ഇയാൾക്ക് അവരെല്ലാരും കൂടെ പിരിവിട്ടും ലോണൊക്കെ എടുത്ത് ഒരു കാറ് വാങ്ങിക്കൊടുത്തു. കാറ്, ഈ കാറ് നെടുമ്പാശ്ശേരി കൊച്ചിൻ എയർപോർട്ടിൽ ഓടുന്ന കാറാണ് ഇപ്പോൾ. ആ കാറിന്റെ മുമ്പിൽ വെണ്ടയ്ക്കാക്ഷരത്തിൽ ഗോഡ് ഈസ് ലവ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇയാളുടെ പ്രത്യേകത, കേരളത്തിൽ നിന്നും പുറത്തു നിന്നും വിദേശികളൊക്കെ എത്തും. അവരെയും കൊണ്ട് ടൂറിസ്റ്റ് പാക്കേജ് 2 ആഴ്ച, 3 ആഴ്ച, 1 മാസമൊക്കെ കേരളം മുഴുവൻ കറങ്ങാൻ കൊണ്ടുപോകും. മൂന്നാറിലും തേക്കടിയിലും തിരുവനന്തപുരത്തൊക്കെ കൊണ്ടുപോകും. അവരുടെ കൂടെ താമസിക്കുന്ന അങ്ങനത്തെ ഒരു ഡ്രൈവറാണ് ഇപ്പോൾ ഈ മനുഷ്യൻ. ഇവരെയും കൊണ്ട് പോകുമ്പോൾ മൂന്നാറിലേക്ക് തണുപ്പത്ത് ചെല്ലുമ്പോൾ ഇയാൾ നന്നായി സംസാരിക്കും.
അപ്പൊ ഈ വന്നവരോട് നല്ല രീതിയിൽ സംസാരിച്ചു കഴിയുമ്പോൾ അവര് മൂന്നാറിലൊക്കെ തണുപ്പെത്തുമ്പോൾ വിദേശത്തൊക്കെ വന്നതല്ലേ, അവരല്പം മദ്യമൊക്കെ കഴിക്കും. അപ്പോൾ ഇയാളെ കൂടെ വിളിക്കും, വാ രാത്രിയല്ലേ, അല്പം കുടിച്ചിട്ട് കിടന്നോ, കുഴപ്പമൊന്നുമില്ല, ഇനി നാളെ നേരം വെളുത്തിട്ടല്ലേ ഓട്ടമുള്ളൂ, കുഴപ്പമില്ല, അല്പം കുടിച്ചോ. അപ്പൊ ഇയാള് പറയും എനിക്കിത് വേണ്ട. അപ്പൊ അവര് ചോദിക്കും അതെന്താ വേണ്ടാത്ത? അപ്പോൾ ഇയാള് പറയും എന്റെ ഉള്ളിൽ വേറെ ഒരു സ്പിരിറ്റ് ഉണ്ട്, എന്റെ ഉള്ളിൽ വേറെ ഒരു ലഹരി ഉണ്ട്. അപ്പൊ അവര് ചോദിക്കും അത് ഏത് ലഹരിയാണ്? അപ്പൊ ഇയാള് പറയും ഈ ലഹരി ഫ്രീ ആണ്. അവർ ചോദിക്കും എവിടുന്ന് കിട്ടി? അപ്പൊ ഇയാള് പറയും ഇത് കിട്ടിയ സ്ഥലം ഇന്ന സ്ഥലമാണ്, ഇതാണ് എന്റെ അവസ്ഥ. എന്നിട്ട് അയാള് പറയും എന്റെ ഉള്ളിലുള്ള ലഹരി സ്പിരിറ്റിന്റെ പേരാണ് പരിശുദ്ധാത്മാവാകുന്ന ലഹരി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആ മൂന്നാറിന്റെ തണുപ്പത്തൊക്കെ ഇരുന്ന് ഇയാൾ തന്റെ സാക്ഷ്യം പറയും. അതിനുശേഷം അവരോട് നല്ല സ്നേഹത്തിലാകും. തിരിച്ച് കൊച്ചിൻ എയർപോർട്ടിൽ കൊണ്ടുവന്ന് ഇവരെ പറഞ്ഞു വിടുമ്പോൾ കാറിന്റെ ഡിക്ക് തുറന്ന് സമ്പൂർണ്ണ ബൈബിൾ എടുത്ത് അവർക്ക് സമ്മാനിച്ചിട്ട് ഇയാൾ അവരോട് പറയും ഗോഡ് ബ്ലസ് യു, ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇങ്ങോട്ട് നോക്കിക്കേ, ഇയാൾ തളർവാദം പിടിപെട്ട വ്യക്തിയായിരുന്നു. എവിടെ? ശരീരത്തിൽ മദ്യമെന്ന് പറയുന്ന വലിയ ഒരു പൈശാചിക പീഡ ശരീരത്തിൽ കൊണ്ടു നടന്നിരുന്ന തളർന്ന വ്യക്തി. എന്നാൽ ഇയാള് രക്ഷപ്പെടാൻ കാരണം ചിലര് ത്യാഗമെടുക്കാൻ തയ്യാറായി, ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇയാളുടെ ഭാര്യ തയ്യാറായി, ഇയാളെ ചുമക്കാൻ ചില പ്രാർത്ഥനാ ഗ്രൂപ്പുകാര് തയ്യാറായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്റെ വീട്ടിലും ഇതുപോലെ തളർന്നു കിടക്കുന്ന ചിലരുണ്ട്. ദുശീലങ്ങൾക്ക് തഴയപ്പെട്ടവർ, അനുസരണക്കേടിനാൽ തഴയപ്പെട്ടവർ. എന്ത് ചെയ്യണമെന്നറിയോ? അവരെ ചുമക്കാനുള്ള വിളിയാണ് നിന്റെ വിളി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. തളർന്ന മനുഷ്യരെ ചുമക്കാനുള്ള വിളിയാണ് നിന്റെ വിളി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഭൂരിഭാഗം പേരും മാതാപിതാക്കളാണ്. മിക്കവാറും മാതാപിതാക്കൾ മക്കളെ ഓർത്ത് സങ്കടപ്പെടുന്ന മാതാപിതാക്കളാണ്. ഒരു സംശയവും വേണ്ട. ഓരോരുത്തരോട് സംസാരിച്ചാൽ ഓരോ സംഭവങ്ങൾ പറയാനുണ്ടാവും. അച്ഛാ മകനെ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, അച്ഛാ മകളെ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, തോന്നിയതുപോലെയാണ് അച്ഛാ, രാത്രിയിൽ ഏതെങ്കിലും സമയത്ത് കയറി വരും, അനുസരണക്കേടിന്റെ കൂടാരമാണ് അച്ഛാ, പറഞ്ഞിട്ട് ശരിയാവുന്നില്ല, അതിങ്ങളുടെ സ്വഭാവം ഇങ്ങനെയാണ്. വലിയ വിഷമം ഉള്ള മാതാപിതാക്കൾ ഇവിടെ ഇരിപ്പുണ്ട്. എന്റെ മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കള് തളർന്ന മക്കളാണ്. ആ മക്കൾക്ക് നിങ്ങൾ എന്ത് ചെയ്തു കൊടുക്കുന്നു? എന്താ ഇപ്പൊ ചെയ്യണമെന്നറിയോ? നീണ്ട ഉപദേശം ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ? ഒരു മനുഷ്യന് ഇഷ്ടമില്ല. ഉപദേശം ഇഷ്ടമല്ല. ഇത് നിങ്ങൾ ചിന്തിച്ച, നിങ്ങൾ എന്താ ഉപദേശിക്കുന്നേ? നമ്മൾ പറയുന്ന വലിയ വലിയ ഡയലോഗുകൾ അല്ലേ, ആ മക്കൾക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ ചോദിക്കും നിന്റെയൊക്കെ പ്രായത്തിൽ അല്ലെ ഞാനൊക്കെ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നിനക്കറിയാമോ? അല്ല, നിങ്ങൾ ചിന്തിച്ച മുതിർന്നവരെ, നിങ്ങൾ കഷ്ടപ്പെട്ട ചരിത്രം നിങ്ങളുടെ മക്കൾക്കറിയാവോ? അവരെങ്ങനെ അറിയാൻ? നിങ്ങൾ വളർന്ന സാഹചര്യമല്ലല്ലോ നിങ്ങളുടെ മക്കളത്. ആണോ? അല്ലെന്ന്. നിങ്ങൾ വളർന്ന സാഹചര്യമല്ല ഇന്നത്തത്, ടോട്ടൽ ഡിഫറന്റ്. എന്നിട്ട് നിങ്ങൾ ചോദിക്കും നിനക്കൊക്കെ എന്തിന്റെ കുറവാണോ? എന്നാ ചോദ്യ? അവളുടെ ഉള്ളിലെ കുറവ് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? അപ്പാ അമ്മേ, നിങ്ങളുടെ മക്കള് തളർന്നതാണ്. ആ മക്കളെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ചുമക്കാനുള്ള ദൗത്യമാണ് മാതാപിതാക്കൾക്കുള്ളത്. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഡൽഹിയിലായിരുന്നപ്പോ ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എയിംസ് ഹോസ്പിറ്റലിൽ നേഴ്സ്, മലയാളിയായിട്ടുള്ള നേഴ്സ് പെണ്ണ് അവിടെ പ്രാർത്ഥിക്കാൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്ക് ഒരേ ഒരു മകളെ ഉള്ളൂ, 22 വയസ്സായിട്ടുള്ളൂ, അവൾക്കിപ്പോൾ മറ്റൊരു മതത്തിൽപ്പെട്ട ഒരുത്തിനോട് സ്നേഹം. എന്താ ചെയ്യേണ്ടെന്ന് അറിഞ്ഞുകൂടാ അച്ഛാ. ഈശോയെ ഉപേക്ഷിച്ചു പോകാൻ എനിക്ക് ഒട്ടും മനസ്സില്ല അച്ഛാ. അവളെ ഞാൻ ഉപദേശിച്ചു മടുത്തു. 22 വയസ്സേ ഉള്ള അച്ഛാ, അതിന് വലിയ ബുദ്ധിയും ബോധമൊന്നും ഇല്ല, അതിന് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നേ? അച്ഛാ ഞാൻ ഉപദേശിച്ചോണ്ടിരിക്കുക.
എന്നിട്ട് ഈ അമ്മ തന്നെ പറഞ്ഞ, അച്ഛാ എന്റെ ഉപദേശം അവളിപ്പോൾ കേൾക്കത്തില്ല. ഞാൻ എന്തെങ്കിലും പറയാൻ ചെന്നാൽ ചെവി പൊത്തും. അവളിപ്പോൾ താമസം മാറി, ഇവിടെ അടുത്തൊരു ഹോസ്റ്റലിലോട്ട് മാറി. എന്റെ ഫോൺ എടുക്കത്തില്ല. ഒറ്റ മോളേ ഉള്ളൂ. അച്ഛാ എന്റെ മോൾ അവളാ ഉള്ളത്. അവളെ നഷ്ടപ്പെട്ട എനിക്ക് ആരുമില്ല അച്ഛാ. അച്ഛാ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ ഞാൻ ഈ അമ്മയോട് ചോദിച്ചു, അമ്മേ മകള് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടച്ചാ. ഞാനപ്പൊ ചോദിച്ചു, അമ്മേ ബൈബിള് വായിക്കുവോ? ഉണ്ടച്ച വായിക്കാറുണ്ട്. ഞാൻ ചോദിച്ചു, എപ്പോഴാ വായിക്കണേ? ചോദിച്ചപ്പോ പറഞ്ഞത് ഇവിടെ ഇരിക്കുന്ന പലരും വായിക്കുന്ന പോലെയാണ്. കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ബൈബിള് തുറന്ന് ഒരു കുഞ്ഞിക്കം പാരഗ്രാഫ് വായിക്കും. ആ വായനയല്ല ഉദ്ദേശിച്ചത്. അത് നമ്മൾ സാധാരണഗതിയിൽ. ഞാൻ ചോദിച്ചു, ബൈബിളിൽ 73 പുസ്തകങ്ങളുണ്ട്, വായിച്ചിട്ടുണ്ടോ? അപ്പൊ ഈ അമ്മ പറഞ്ഞു, അച്ഛാ അച്ഛനറിയാലോ ഞാനൊരു നേഴ്സല്ലേ, എനിക്ക് സമയമില്ലല്ലോ, ഇതൊക്കെ വായിക്കണമെന്ന് ആഗ്രഹമുണ്ട്, സമയമില്ലല്ലോ. ഞാൻ പറഞ്ഞു, വിഷമിക്കണ്ടെന്ന്. നമുക്കൊരു കാര്യം ചെയ്യാം. മകളാണോ ജോലിയാണോ പ്രധാനപ്പെട്ടത്? അച്ഛാ മകളാണ് പ്രധാനപ്പെട്ടത്, ജോലി എനിക്ക് വിഷയമല്ല. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, 3 മാസം അവധി എടുക്കാവോ? 3 മാസം അവധി. എന്തിനാ അച്ഛാ? അവധി എടുത്തിട്ട് അമ്മ മകൾക്ക് വേണ്ടി ബൈബിൾ വായിക്കണം. വേറെ പണിയൊന്നുമില്ല, ബൈബിൾ വായിക്കണം. അപ്പൊ ഈ അമ്മ എന്നോട് ചോദിച്ചു, അച്ഛാ അതിന് അവധി എടുക്കണോ? അവധി എടുക്കണം. ഗൗരവമായിട്ട് വചനം വായിക്കാൻ ഒരു തീരുമാനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അമ്മ മകൾക്ക് വേണ്ടി ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ച് അങ്ങനെ 3 മാസം അവധിയെടുത്തു. ഹോസ്റ്റലിൽ ഇവള് താമസിക്കുന്ന സ്ഥലത്തെത്തി. ബൈബിളിൽ നോട്ട്ബുക്ക് ഒക്കെയാണ് ചെന്നിരിക്കുന്നത്. അവിടെ ചെന്ന് ഈ അമ്മ മകളുടെ കൂടെ താമസം തുടങ്ങി. ആദ്യത്തെ ഒരാഴ്ച ഈ പെണ്ണ് ഇവളോട് അമ്മയോട് മിണ്ടിയില്ല. കാരണം ഉപദേശിക്കാനാണ് ചെന്നതെന്ന് വിചാരിച്ചു. എന്നാൽ അമ്മ ഉപദേശിക്കുന്നില്ല. മറിച്ച് ബൈബിള് തുറന്ന് ഉൽപ്പത്തി പുസ്തകം മുതൽ ഈ അമ്മ വചനം വായിച്ചുകൊണ്ടേയിരുന്നു. എന്റെ പ്രിയരെ, 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ മകള് അമ്മയോട് വീണ്ടും സ്നേഹത്തിലായി. കൊച്ചു വർത്തമാനൊക്കെ പറഞ്ഞു തുടങ്ങി. സാവധാന ഹൃദയം തുറന്ന് സംസാരിക്കാൻ തുടങ്ങി. 1 മാസം കഴിയുന്നതിന് മുമ്പ് ഒരു ദിവസം വൈകുന്നേരം ഈ പെണ്ണ് അമ്മേനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അമ്മേ എനിക്ക് ആ സ്നേഹബന്ധം വേണ്ട. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ ശരിയല്ല അമ്മേ, എനിക്കെല്ലാം മനസ്സിലായി. അപ്പോഴും നമ്മുടെ നേഴ്സായ അമ്മ ഒന്നും മിണ്ടിയില്ല. മറിച്ച് അമ്മ വചനം വായിച്ചുകൊണ്ടേയിരുന്നു. എന്റെ പ്രിയരെ, ബൈബിൾ മുഴുവൻ വായിച്ചു കഴിഞ്ഞിട്ട് ഈ അമ്മ തിരിച്ചു വരുമ്പോൾ കൂടെ അമ്മയുടെ പ്രിയപ്പെട്ട മകളെയും സ്വന്തമാക്കിയിട്ടാണ് തിരിച്ചു വന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ അവിടുത്തെ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വന്നപ്പോൾ മകളെയും കൊണ്ടുവന്നിട്ട് അമ്മ മൈക്കെടുത്തിട്ട് പറഞ്ഞ ആദ്യത്തെ കാര്യം എന്തെന്നറിയാവോ? ബൈബിള് വായിക്കാൻ ഞാൻ പോയത്, അവധി എടുത്തത് എന്റെ മകൾക്ക് വേണ്ടിയായിരുന്നു. എന്നാൽ വചനം വായിച്ചു വന്നപ്പോൾ സത്യത്തിൽ മാനസാന്തരം ഉണ്ടായത് മകൾക്കല്ല, എനിക്കാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മ പറയുകയാണ്, അച്ഛാ എനിക്ക് അമിതമായ ദേഷ്യ സ്വഭാവം ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അമിതമായ ദേഷ്യം. ചിലരെ കണ്ടിട്ടില്ല, ഭയങ്കര ദേഷ്യ സ്വഭാവം ഉള്ളവരുണ്ട്. ഈ കൂട്ടത്തില് ദേഷ്യം അരിശം കൂടുതലുള്ളവര് കൈപൊക്കാവോ? ഞാൻ കൈപൊക്കി, വേറെ വലിയൊരു ഉണ്ടോന്ന് അറിയാനാ? കുറച്ചു പേരേ ഉള്ളൂ, ബാക്കിയുള്ളവരെ കണ്ടാൽ അറിയാം അല്ലെ? ശാന്ത സ്വഭാവമുള്ളവർ, കൈപൊക്കാത്തവർ അല്ലെ? അവരുടെ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ തന്നെ തൊട്ടുമുത്താൻ തോന്നും. അതുപോലെ പാവപ്പെട്ട അല്ലെ വിശുദ്ധരായ അൽഫോൻസാമ, കൊച്ചു ത്രേസ്യ, ചാവറ പിതാവ്, അങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത് അല്ലെ? ഇത് വല്ലതുമാണോ ഒറിജിനൽ നിങ്ങളുടെ സ്വഭാവം? ഇതിവിടെ വരുമ്പോൾ ഇങ്ങനെയാച്ചാ, വീട്ടിലോട്ട് വാ, ഞങ്ങളുടെ ഒറിജിനൽ സ്വഭാവം പുറത്തിറങ്ങും അല്ലെ? ഈ അമ്മ ഇതുപോലെ തന്നെയായിരുന്നു. ഈ സ്ത്രീ പറഞ്ഞു, ഞാൻ വചനം വായിച്ചപ്പോൾ എന്നിൽ സംഭവിച്ച കാര്യം, എന്റെ സ്വഭാവം മാറി. ഞാൻ ചോദിക്കട്ടെ, ധ്യാനത്തിന്റെ 4-ാം ദിവസമല്ലേ? അല്ല, എത്രാം ദിവസം? 4-ാം ദിവസമാണ്, അവസാനത്തെ ദിവസമാണ്. ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവം ഇഷ്ടമാണോ? കേട്ടില്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവം ഇഷ്ടമാണോ? ഇഷ്ടമാണെന്ന് പറയണമെന്നാണ് ആഗ്രഹം. പക്ഷെ വീട്ടുകാരടുത്തിരിക്കുന്ന അച്ഛാ എങ്ങനെയാ പറയണല്ലേ? നിങ്ങൾ ചിന്തിച്ച നിങ്ങളുടെ സ്വഭാവം നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഒട്ടും ഇഷ്ടമല്ലേ? ഒട്ടും ഇഷ്ടമല്ലേ മോളെ? ഒട്ടും ഇഷ്ടമല്ലേ? കുറച്ചൊക്കെ ഇഷ്ടമാണ്, കുറച്ചൊന്നും ഇഷ്ടമല്ല അല്ലേ? ചില സമയത്ത് നാട്ടുകാർ ചോദിക്കും, നീ എന്താ ഇങ്ങനെ?
വീട്ടുകാർ ചോദിക്കും, നീ എന്താ ഇങ്ങനെ? ഇടയ്ക്ക് നമുക്ക് തന്നെ തോന്നും, ഞാൻ എന്താ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ സ്വഭാവത്തിൽ ചില കാര്യങ്ങൾ കടന്നു വന്നിരിക്കുന്നു. നമ്മൾ അറിയുന്നില്ലെന്ന്, നമ്മൾ പോലും അറിയാതെ നമ്മുടെ സ്വഭാവത്തിൽ ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവത്തിൽ ശരിയാക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. വചനം വായിച്ചാൽ നമ്മുടെ സ്വഭാവം അടിമുടി മാറ്റിമറിക്കും. വചനം വായിച്ചാൽ ജീവിതത്തിന്റെ ഗതി മാറും. നിന്റെ വചന വായന വഴി നീ മറ്റുള്ള തളർന്ന വ്യക്തികളെ ചുമക്കാനുള്ള ഒരു ദൗത്യമാണ് ഏറ്റെടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട അമ്മേ, അപ്പാ, നീ വചനം വായിച്ചാൽ നിന്റെ വചന വായന നിന്റെ വീട്ടിലുള്ള അനേകരെ ചുമക്കുന്ന ഒരു ശുശ്രൂഷയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ഒരു വീട് രക്ഷപ്പെടുന്നത് എപ്പോഴാണെന്നറിയാവോ? ആ വീട്ടിൽ ആരെങ്കിലും കരയാൻ, പ്രാർത്ഥിക്കാൻ, ദൈവസന്നിധിയിൽ കരങ്ങൾ ഉയർത്താൻ ഉണ്ടാകണം. എല്ലാ വീട്ടിലും ആരെങ്കിലും കട്ടിൽ ചുമക്കാൻ ഉണ്ടാകണം. ഇല്ലെങ്കിൽ കുടുംബം നിലനിൽക്കത്തില്ല. എന്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഞാൻ പഠിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ത്യാഗമെടുക്കാൻ, കരയാൻ, പ്രാർത്ഥിക്കാൻ, നിലവിളിക്കാൻ, സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്താൻ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീട് രക്ഷപ്പെടും. ഇല്ലെങ്കിൽ ആ വീട്ടിൽ എന്നും കലാപവും പല്ലുകടിയുമായിരിക്കും, പൈശാചികതയായിരിക്കും വീട്ടിൽ. നിങ്ങളുടെ വീട് എടുത്ത് പരിശോധിച്ചോ. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും പ്രാർത്ഥിക്കാൻ ഉള്ളത് കൊണ്ടാണ് ആ വീടിന് നിലനിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്നവരെ നാട്ടുകാർ കളിയാക്കും, പ്രാർത്ഥിക്കുന്നവനെ വീട്ടുകാർ കളിയാക്കും. ഇല്ലേ? കളിയാക്കും. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നാട്ടുകാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് വീട്ടുകാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. പ്രതീക്ഷിക്കരുത്. ബർത്തിമേസ് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു, ദാവീദിന്റെ പുത്ര എന്റെ മേൽ കരുണയായിരിക്കണമേ. നാട്ടുകാരെന്ത് പറഞ്ഞു അറിയത്തില്ലേ? മർക്കോസിന്റെ സുവിശേഷം ഒന്ന് വായിച്ചേ, 10-ാം അധ്യായം. പെട്ടെന്ന് തുറന്നു. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം. വളരെ സുന്ദരമായ ഒരു വചനഭാഗം അവിടെ നമ്മൾ പഠിക്കും. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം, അതിന്റെ 46 മുതലുള്ള വചനത്തിൽ ഒന്ന് വായിച്ച് 47-ാം വചനം വായിക്കും. 47, 48. നസ്രായനായ യേശുവാണ് പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. നിശബ്ദനായിരിക്കുവാൻ പറഞ്ഞുകൊണ്ട് പലരും അവനെ ശകാരിച്ചു. നിശബ്ദനായിരിക്കാൻ പറഞ്ഞുകൊണ്ട് പലരും അവനെ ശകാരിച്ചു എന്ന് പറഞ്ഞാൽ, നീ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, നിലവിളിക്കാൻ തുടങ്ങുമ്പോൾ വീട്ടുകാരും നാട്ടുകാരും എന്ത് പറയും? മിണ്ടാണ്ടിരിക്കാൻ പറയും. വേറെ പണിയൊന്നും ഇല്ലെന്ന് പറയും. ഞാൻ ഈ കഴിഞ്ഞ നാളിൽ ചെന്ന കണ്ട സംഭവത്തിന്റെ ഒരു ആരംഭം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവം ഒന്ന് മനസ്സിലാക്കിപ്പിക്കാനാണ്. ഒരു വൈദികനൊക്കെയുള്ള ഒരു കുടുംബമാണ്. ആ കുടുംബത്തില് കൊറോണയ്ക്കൊക്കെ മുമ്പ് ചെന്നപ്പോൾ ആ കുടുംബനാഥ അയാളുടെ ഭാര്യ നന്നായിട്ട് പ്രാർത്ഥിക്കും, നല്ല പ്രാർത്ഥനയാണ്. ആ വീട്ടിൽ ചെന്ന് വർത്താനൊക്കെ പറഞ്ഞപ്പോൾ കുടുംബനാഥൻ എന്നോട് പറഞ്ഞു, അച്ഛാ, എന്റെ ഭാര്യ 24 മണിക്കൂറും പ്രാർത്ഥനയാ അച്ഛാ, വീട്ടിൽ സൗകര്യം തരുന്നില്ല, 24 മണിക്കൂറും പ്രാർത്ഥനയാണ്. ഞങ്ങളുടെ വീട്ടില് ടെലിവിഷൻ വെച്ചാൽ ശാലോം, ഗുഡ്നസ് മുതലായിട്ടുള്ള ദൈവിക ചാനല് മാത്രമേ ഉള്ളൂ അച്ഛാ, ഒരു സമാധാനം ഇല്ല. ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും പ്രാർത്ഥനയോട് പ്രാർത്ഥന. അച്ഛാ, പറ്റുമെങ്കിൽ ഇവളെ ഉണ്ടല്ലോ അച്ഛൻ ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടുപോക്കോ. അച്ഛാ, വല്ല കോൺവെന്റില്, കന്യാസ്ത്രീ മഠത്തിൽ ജീവിക്കേണ്ട ആളാ എന്റെ ഭാര്യ, കാരണം അതുപോലെ അവളുടെ പെരുമാറ്റം. ഇങ്ങനെയൊക്കെ ഭാര്യയെ അവിടെ നിന്ന കുറെ പേരുടെ മുമ്പിൽ കളിയാക്കി. ഭാര്യ ഒന്നും മിണ്ടിയില്ല. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ നാളിൽ ആ കുടുംബം ഞാൻ വീണ്ടും സന്ദർശിക്കാൻ ഇടവന്നു. കാരണം ഞാൻ അറിഞ്ഞു കൊറോണയ്ക്ക് ശേഷം ഇവരുടെ ബിസിനസ് പൊട്ടി പൊളിഞ്ഞ് വാളീസായി, പ്രശ്നങ്ങൾ അനവധി. ഈ കുടുംബനാഥൻ ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല. അങ്ങനെയാണ് ഞാൻ ഇയാളെ കാണാൻ ചെന്നപ്പോൾ ഇയാള് ഭാര്യയുടെ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചോണ്ട് എന്നോട് പറഞ്ഞു എന്നറിയോ, അച്ഛാ, ഞങ്ങൾ ആത്മഹത്യ ചെയ്യാതെ നിൽക്കുന്നത് ഇവളുടെ ഒറ്റ പ്രാർത്ഥന കൊണ്ടാണ് അച്ഛാ. ഹല്ലേലൂയ. അച്ഛാ,
ഞങ്ങൾ ഇന്ന് ആത്മഹത്യ ചെയ്യാതെ ഞങ്ങളെ പിടിച്ചു നിൽക്കുന്നത് ഇവളുടെ പ്രാർത്ഥന അതൊന്നുകൊണ്ട് മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളെ ഒരുപക്ഷെ നാട്ടുകാര് കളിയാക്കും, വീട്ടുകാര് കളിയാക്കും, കൂടെയുള്ളവർ കളിയാക്കും, പ്രാർത്ഥനക്കാരെന്ന് പറയും, കരിസ്മാറ്റിക്കാരെന്ന് പറയും, അങ്ങനെ പലതും നിങ്ങൾ കേൾക്കും. എന്നാൽ ഓർക്കണം, ദൈവം നിങ്ങളെ മാനിക്കും. പ്രൈസ് ദി ലോർഡ്. മനുഷ്യർ നിങ്ങളെ അവഹേളിക്കും, പക്ഷെ ദൈവം നിങ്ങളെ മാനിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബർത്തിമ്യൂസിന്റെ നിലവിളി ആര് കേട്ടു? യേശു കേട്ടു. ബർത്തിമ്യൂസിന്റെ നിലവിളി യേശു കേട്ടു. അതേ ജനക്കൂട്ടം കൊണ്ട് തന്നെ ഈശോ പറഞ്ഞു, അവനെ പോയി വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. ആരോടാ പറഞ്ഞത്? മിണ്ടാതിരിക്കാൻ പറഞ്ഞ അതേ ആളുകൾ തന്നെ ചെന്ന് അവനെ വിളിച്ചു കൊണ്ടുവന്നു. അവനെ കൊണ്ടുവന്ന് അവന്റെ മേൽ കർത്താവിന്റെ